ഹലോ ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിമ്പിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അഡോളസെന്റ് കൗൺസിലിംഗ് ആണ്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ഇന്ന് നമ്മൾ ഇവിടെ നൽകാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അഡോളസെന്റ് അതല്ലെങ്കിൽ ടീനേജ് എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു സമയമാണ്. ആ സമയം എങ്ങനെ മനോഹരമായിട്ട് വിനിയോഗിക്കാൻ പറ്റും എന്നത് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്തരം കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നവരാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ വിശേഷിച്ചും ഇന്നത്തെ കാലഘട്ടത്തിലെ വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക പശ്ചാത്തലങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അഡോളസെന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കൗമാരം എന്ന് പറയുന്ന ഒരു ഘട്ടം തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കേണ്ടതും അതേപോലെ തന്നെ നമ്മൾ കെയർ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. നമ്മൾ ചൈൽഡ് സൈക്കോളജിയോ അതല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ട് ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അഡോളസെന്റ് കാലഘട്ടം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാറുണ്ട്. അപ്പൊ ഇത്തരം കുട്ടികളെ കൗൺസിലിംഗ് ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് പ്രയാസകരമായിട്ടുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒന്നായിട്ട് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും, അതിൽ നമുക്ക് എങ്ങനെ സ്കിൽഡ് ആകാൻ പറ്റും, അത്തരം കുട്ടികളുമായിട്ട് നമുക്ക് എങ്ങനെ റാപ്പോസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും തുടങ്ങിയിട്ടുള്ള ഒത്തിരി വിഷയങ്ങൾ, അതല്ലെങ്കിൽ കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അവർ പോയി വീഴാൻ സാധ്യതയുള്ള ഏരിയകൾ എന്തൊക്കെയാണ്, അങ്ങനെ തുടങ്ങി ഒരുപാട് അഡോളസെന്റ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു വലിയ ഏരിയയാണ്. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിലനിൽക്കുന്ന ആ ഘട്ടങ്ങള് മനസ്സിലാക്കാനും അത്തരം കൗൺസിലിംഗിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ അഡോളസെന്റ് കൗൺസിലിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡോളസെന്റ് കൗൺസിലിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഉപയോഗിക്കാം, തെറാപ്പികൾ ഉപയോഗിക്കാം തുടങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് കൂടി അക്കാദമിയുടെ ഒരു പ്ലാനിങ്ങിലുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത് സ്നേഹ മാമാണ്. സ്നേഹ കൃഷ്ണൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, അഡോളസെന്റ് കൗൺസിലർ ആണ്. ഒരു പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ഒത്തിരി ആളുകൾക്ക് മാമിനെ പരിചയവും ഉണ്ടാകും. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു സെഷന്റെ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക്ഷോപ്പും മാം തന്നെയായിരിക്കും ഡീൽ ചെയ്യുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനും ഹൃദ്യമായി ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്ന നമ്മുടെ ബഹുമാനിയായിട്ടുള്ള ഫാക്കൽറ്റി സ്നേഹ മാമിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. Thank you, sir. Good evening, all. Audible അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. പ്രസന്റേഷൻ കാണുന്നുണ്ടല്ലോ അല്ലെ?
യെസ് മാം, കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോ സാറ് പറഞ്ഞ പോലെ ഞാനൊരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, അഡോളസന്റ് കൗൺസിലർ കൂടിയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം, മുന്നേയൊക്കെ നമ്മളൊരു 15 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ ഒരു 14 വയസ്സ് തൊട്ടായിരുന്നു അഡോളസൻസ് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ റീസെന്റ് സ്റ്റഡീസ് പ്രകാരം 10 വയസ്സ് മുതൽ ഉള്ള കുട്ടികളെല്ലാം അഡോളസന്റ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ഈ ഒരു സമയം എനിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കേസസ് ആണ് പാരന്റ്സിന്റെ ഒരു സൈഡിൽ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികളെ മാനേജ് ചെയ്യാനായിട്ട്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അവരെന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. പാരന്റ്സും കുട്ടികളും ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു ടൈമാണ് ഈ ഒരു അഡോളസൻ സമയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചും ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സമയമാണ്. കാരണം അവര് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ അവരിൽ വരുന്നത്. അഡോളസൻസ് ഘട്ടത്തിലേക്ക് പോകുമ്പോഴേക്കും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെ. അവിടെ ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്, ഗ്രോത്ത്, ഡെവലപ്മെന്റ്സ്, അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവർക്ക് ഭയങ്കര ചലഞ്ചിങ് ആണ്. അതേപോലെ തന്നെ സ്കൂളുകളിലായാലും അല്ലെങ്കിൽ അവർ പോകുന്ന സ്ഥലത്തായാലും പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസും അവിടെ വരുന്ന ചലഞ്ചസും ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസും, അങ്ങനെ മൊത്തത്തിൽ ഒരു ചലഞ്ചിങ് പീരീഡ്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് അഡോളസൻസ്. ഒരു വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതും അതേപോലെ അത് ഹെൽത്തി ആയിട്ട് വേണോ അല്ലാതെ പോകുന്നോ എന്നുള്ളതൊക്കെ ഈ ഒരു അഡോളസൻസ് പീരീഡിലാണ് ശരിക്കും തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ ഇത്തരം കുട്ടികളെ കൗൺസിലിംഗ് ചെയ്യാനും നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും അവര് വില്ലിങ് ആയിരിക്കില്ല, ഭയങ്കര ഒട്ടും തുറന്നു പറയാൻ തയ്യാറായിരിക്കില്ല, ഭയങ്കര റെബല്യസ് ആയിട്ടായിരിക്കും നമ്മളോട് വരെ, കൗൺസിലേഴ്സിനോട് വരെ പെരുമാറും. അത്തരം കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, എന്തൊക്കെ ടെക്നിക്ക് ഉപയോഗിക്കാം, സിമ്പിൾ ആയിട്ട് ഏറ്റവും ബേസിക് ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചിലവരുടെ ബിഹേവിയർ ഇഷ്യൂസ് ആണെങ്കിൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടോ, ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടോ, അതിന് നമുക്ക് ബേസിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ഏതൊക്കെയാണ്. ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സെഷനിൽ ഞാൻ മെയിൻ ആയിട്ടും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊപ്പം 1-2 കേസസും കൂടി ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ നമ്മൾ അതിനു മുന്നേ ഒരു ചെറിയൊരു തിയറി പറയാണ്. നമ്മള് ഇപ്പൊ എല്ലാവരും സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ സൈക്കോളജി സ്റ്റുഡൻസ് ആയിരിക്കും, സൈക്കോളജി കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവാം മേ ബി. അപ്പൊ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു തിയറിയാണ് എറിക്സന്റെയും ജീൻ പിയാഷെയുടെയും ഒക്കെ ഡെവലപ്മെന്റൽ തിയറീസ്. ഇവിടെ എറിക്സൺ അഡോളസൻ സ്റ്റേജിൽ പറയുന്നത് നമ്മൾ ഭയങ്കര ഐഡന്റിറ്റി വേഴ്സസ് ഗോൾ കൺഫ്യൂഷൻ വരുന്ന ഒരു സമയമാണ്. അതായത് ഒരു വ്യക്തി എന്ന നിലയിൽ ആ കുട്ടിയെ സംബന്ധിച്ച് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് നേരിടുന്ന ഒരു സമയമാണ് അഡോളസൻ പീരീഡ്. അല്ലെങ്കിൽ അവന്റെ റോൾ എന്താണ്. ഇപ്പൊ നമ്മൾ തന്നെ കുട്ടികളോട് പറയാറില്ലേ, നീ ചെറുതാണ് കേട്ടോ, ഇപ്പൊ ഇതൊന്നും പറയണ്ട, ഇത്രയൊന്നും അഭിപ്രായം പറയാറായിട്ടില്ല എന്ന് നമ്മൾ അവരോട് പറയും. അതേ നമ്മൾ തന്നെ വേറൊരു സാഹചര്യം വരുമ്പോ കുട്ടികളോട് എന്താ പറയാ, നീ ഇത്രയും വലുതായിട്ട് നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് തന്നെ അവരുടെ റോളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അവരുടെ ഐഡന്റിറ്റി കൺഫ്യൂഷൻ ആവും. ഒരു ജസ്റ്റ് ഒരു സെന്റൻസിൽ തന്നെ അവർക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അതേപോലെ ഇപ്പൊ സ്കൂളുകൾ മാറുന്ന ഒരു സമയമാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ക്ലാസ് ചേഞ്ച് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു നാട്ടിൽ നിന്ന് ഇപ്പൊ പാരന്റ്സ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടിയും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു സമയത്ത് ഒരുപാട് ക്രൈസിസുകൾ കുട്ടികൾ നേരിടുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു കുട്ടികളാണെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസ് ഒക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹയർ ക്ലാസ്സിലോട്ട് പോകുമ്പോഴേക്കും അവരാകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായി. ഇനി എന്ത് ചെയ്യണം, ഏത് കരിയറിലോട്ട് തിരിയണം, നമുക്ക് ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക, അക്കാദമിക് പ്രഷർ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് അവർ നേരിടുന്നുണ്ട്. അപ്പൊ എറിക്സന്റെ ഈ ഒരു സ്റ്റേജിലും അതാണ് പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താവും, ഒരു ഭയങ്കര കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക്, അവിടെ സെൽഫ് എസ്റ്റീം കുറയും, അവർക്ക് എന്താണ് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് അറിയാത്തൊരു അവസ്ഥയിലേക്ക്. അതേസമയം നമ്മളൊരു അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസും സപ്പോർട്ടും കൊടുക്കുകയാണെങ്കിൽ ഇത്തരം കൺഫ്യൂഷൻസ് അവരിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും, അവരുടെ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു പ്രായത്തിലാണ് ജെൻഡർ ഐഡന്റിറ്റി, അതേപോലെ സെക്ഷൽ ഡെവലപ്മെന്റിനെ പറ്റി ഐഡിയ ഇല്ലാതിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അവിടെയും നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യം. പിയാഷെ പറഞ്ഞതും ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ പറയുന്നത് ഇത്തരം കാര്യങ്ങളെയൊക്കെ പറ്റി തന്നെയാണ്. ആർക്കെങ്കിലും അറിയാവോ ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്താന്ന്? ഞാൻ തന്നെ പറഞ്ഞു പോകണ്ട, കുറച്ച് ഇന്ററാക്ഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ.
കാര്യങ്ങളൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യൊന്നും വേണ്ട, എന്താണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇനി വോയിസ് ഓപ്പൺ ആക്കാനാണെങ്കിൽ ടൈപ്പ് ചെയ്ത് കേട്ടോ. ഓക്കെ. ഫോർമൽ ഓക്കുപേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഈ അഡോളസെന്റ് സ്റ്റേജ് തന്നെയാണ്. ഒരു 12 വയസ്സ് മുതലുള്ള സ്റ്റേജ് ആണ് അഡോളസെന്റ് സ്റ്റേജിൽ. അവിടെ തൊട്ടാണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ പറയുന്നത്. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവും. അവരുടെ സെക്ഷൽ ഐഡന്റിറ്റി എക്സ്പ്ലോർ ചെയ്യുന്ന സമയമായിരിക്കും. അല്ലെ, അവരുടെ റോളിനെ പറ്റി ഇനി എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ പറ്റി തിങ്ക് ചെയ്യുന്ന ഒരു സമയമാണ്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മറ്റുള്ളവരുടെ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു ടൈമാണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ. ഈ ഒരു സ്റ്റേജിലോട്ട് വരുമ്പോഴേക്കും അവിടെയും പല രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ കുട്ടികൾ നേരിടുന്നുണ്ട്. ഇതൊക്കെ ഒരു തിയററ്റിക്കൽ പാർട്ടിൽ പറഞ്ഞു നേരും. ഇപ്പൊ എറിക്സൺ ആയാലും പിയാഷെ ആയാലും എല്ലാവരും പറഞ്ഞിട്ടുള്ളത്, ചുരുക്കി പറഞ്ഞാൽ അഡോളസെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂസിങ്, അതേപോലെ തന്നെ അവരെ ചലഞ്ച് ചെയ്യുന്ന ഒരു പീരീഡ് ആണ്. അത് കുട്ടികൾക്ക് മാത്രമല്ല, ആ കുട്ടികളുടെ ചുറ്റും ജീവിക്കുന്നവരുടെ പാരന്റ്സിന്, കെയർ ടേക്കേഴ്സിന്, ടീച്ചേഴ്സിനെ സംബന്ധിച്ചും വളരെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള പീരീഡ്. ഞാനൊരു ടീച്ചറും കൂടിയാണ് കേട്ടോ, 5 years ആയിട്ട് ടീച്ചിങ് ഫീൽഡിലുണ്ട്. അപ്പൊ എനിക്കറിയാം, അഡോളസെൻസ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ അവിടെ നമ്മൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ശരിക്കും അറിയാം. അവരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ പിന്നെ അവരോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നേരിട്ട് അറിയുന്ന ഒരാൾ. ഇവിടെ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അപ്പൊ ഏതൊരു ഫീൽഡിലുള്ള ആളായാലും അഡോളസെൻസിനെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോ ഈ ഒരു അഡോളസെന്റ് പീരീഡില് ഇവര് നേരിടുന്ന കുറച്ച് കോമൺ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ കോമൺ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും പറയാമോ എന്തൊക്കെയായിരിക്കും? ഇവിടെ സ്ക്രീനിലുണ്ട്, ഇതെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത് ലെക്ചർ കേൾക്കുന്ന പോലെ ആവില്ലേ? നമുക്കിതൊരു ഇന്ററാക്റ്റീവ് ആയിട്ട് പോവാം. മാം, ഈ കുട്ടികൾക്ക് ഞാനൊരു ടീച്ചറാണ്. പല സമയത്തും ഇത്തരത്തിലുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ മുന്നിൽ വരുമ്പോൾ എങ്ങനെ നേരിടണമെന്നറിയാതെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഈ കുട്ടികൾക്ക് ഉപദേശം ഒട്ടും ഇഷ്ടമല്ല. ഉപദേശം തീരെ ഇഷ്ടമല്ലാത്ത ഒരു സ്റ്റേജാണിത്. മാത്രമല്ല, അവരെ ക്രിട്ടിസൈസ് ചെയ്യണതോ പിന്നെ അവരെ കമ്പയർ ചെയ്യുന്നതോ ഇതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. ഇവരുടെ കൂടെ നടക്കണം, ഇവരുടെ കയ്യില് പിടിച്ചുകൊണ്ട്. അത് ഇപ്പോഴത്തെ കുട്ടികളുടെ നമ്മളെ പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെ ആയിരുന്നില്ല. നമ്മള് ടീച്ചേഴ്സിന്റെ പുറകെ ആയിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടം അവരുടെ കൂടെ നടക്കാനാണ്, കൂടെ ഒന്നിച്ചു നടക്കാനാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടം. പക്ഷെ അതാണ് ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ കുട്ടികളിൽ കണ്ട. മാത്രമല്ല, ഭയങ്കര എന്താ പറയാ, എല്ലാം ചെയ്യുന്നത് മുഴുവൻ പെർഫെക്റ്റ് ആവണം, ഇല്ലെങ്കിൽ ചെയ്യില്ല. അങ്ങനെയാണ് എനിക്ക് ഒരു 70% കുട്ടികളെയും തോന്നിയത്. ചെയ്യുന്നത് ഓക്കെ ആയിട്ട് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ ചെയ്യില്ല എന്നുള്ള ഒരു മട്ടില് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്. അതൊക്കെ ഇതല്ലാതെ ഇനി എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അവർ നേരിടുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. റീസെന്റ് നമ്മൾ കുറെ കേസസ് കേട്ടത്. ഇമോഷണലി ഭയങ്കര അപ്സെറ്റ് ആയിരിക്കും. അവരെടുക്കുന്ന തീരുമാനങ്ങൾ അത് എത്ര തെറ്റാണെങ്കിലും മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. പറഞ്ഞു. ഇവർ ഇമോഷണലി ഭയങ്കര വീക്ക് ആയിരിക്കും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ കാണുന്നത് പോലെയല്ല, കാണുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രോങ് ആണെന്ന് തോന്നും. പക്ഷെ ഇവരുടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവരുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് പാടെ ഡള്ളായി പോകും. ഇവർക്ക് അത് ഫേസ് ചെയ്യാൻ പറ്റാറില്ല പലപ്പോഴും. അങ്ങനെ ഒരു വിഷയം കൂടെ കാണാറുണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ കുട്ടികളില് പല രീതിയിലുള്ള ഇഷ്യൂസ് നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ നമ്മളൊരു ഡിസോർഡർ ലെവലിലൊക്കെ പറയുകയാണെങ്കിൽ ഡിപ്രഷൻ കോമൺ ആയിട്ട് കാണാറുണ്ട്, ആൻസൈറ്റി ഇഷ്യൂസ് കാണാറുണ്ട്, സെൽഫ് ഹാം, സൂയിസൈഡൽ തോട്ട്സ്. പിന്നെ ഏറ്റവും ഇപ്പൊ റീസെന്റ് ഞാൻ പറഞ്ഞ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സബ്സ്റ്റൻസ് യൂസ്. പിയർ പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ ഇവര് ഈ സബ്സ്റ്റൻസ് യൂസിലോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. പിന്നെ ADHD ഇഷ്യൂസ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉള്ള കുട്ടികളുണ്ട്.
കണ്ടക്ട് ഡിസോർഡർ ഉള്ള കുട്ടികളുണ്ട്. എപ്പോഴും ഈ ഒരു സബ്സ്റ്റൻസ് യൂസിലൊക്കെ പോകുന്ന കുട്ടികളിൽ കണ്ടക്ട് ഡിസോർഡർ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ആന്റി സോഷ്യൽ ആയിട്ട് പെരുമാറുന്ന കുട്ടികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ബോഡി ഇമേജിനെ പറ്റി തിങ്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഈറ്റിംഗ് ഡിസോർഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും ബുളിമിയ, അനോറക്സിയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബിഞ്ച് ഈറ്റിംഗ്, ടെൻഷൻ വരുമ്പോൾ സ്ട്രെസ് വരുമ്പോൾ കുറെ ഫുഡ് കഴിക്കുക എന്നുള്ള കേസസും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കുട്ടികളിൽ കോമൺ ആയിട്ട് കാണാറുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഓട്ടിസം ഉള്ള കുട്ടികൾ ഉണ്ടാവാം, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഉണ്ടാവും. ഈ ഡിസോർഡർ ഒക്കെ ഉള്ള കുട്ടികളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ക്ലാസ്സിൽ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല, ഇമോഷണൽ റെഗുലേഷൻ ഉണ്ടാവില്ല, സെൽഫ് എസ്റ്റീം ഡൗൺ ആയിരിക്കും, അതുപോലെ ഭയങ്കര ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. അത് അവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് മാറുകയും മുന്നോട്ടുള്ള ലൈഫിൽ ഒരു ഇമ്പയർമെന്റ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നോർമലായി കാണുന്നതാണ്. അവർക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ല എന്നുള്ളതും, ഇമോഷണൽ റെഗുലേഷൻ ഇല്ല എന്നുള്ളതും, അല്ലെങ്കിൽ പല കുട്ടികളും സോഷ്യലി ഭയങ്കര പുറകോട്ട് നിൽക്കുന്നതാണ്, ആരോട്ടും ഇന്ററാക്ട് ചെയ്യാതെ പോകുന്ന കുട്ടികളുണ്ട്, ഈ സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല ഇഷ്യൂസും ഉണ്ട്. ഇതിന്റെ കൂടെ ഇത്തരം സീരിയസ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് നേരിടുന്ന കുട്ടികളും നമ്മുടെ അഡോളസെൻസിലുണ്ട്. നമ്മൾ ഇല്ലാന്നൊക്കെ വിചാരിക്കും. നമ്മൾ വിചാരിക്കും ഇന്നത്തെ കുട്ടികൾക്ക് ഡിപ്രഷൻ ഒന്നുമില്ല, അല്ലെങ്കിൽ ആൻസൈറ്റി ഒന്നും ഉണ്ടാവില്ല, അത്രയും മാത്രം പ്രശ്നങ്ങളൊന്നും അവർ നേരിടുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അത് വളരെയധികം കുട്ടികൾ അത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു സ്കൂളിൽ നമ്മളിപ്പോ ഒരു സൂസൈഡ് പ്രിവെൻഷന്റെ ഭാഗമായിട്ടൊക്കെ സ്കൂളുകളിൽ പോവാറുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് കാണുന്ന ഒരുപാട് കുട്ടികൾ ഈ ആൻസൈറ്റി ഇഷ്യൂസും അതേപോലെ ഡിപ്രഷനും നേരിടുന്നുണ്ട്. കോമൺ ആണ് ഒരുപാട് വിഭാഗം കുട്ടികളുണ്ട്. സബ്സ്റ്റൻസ് അബ്യൂസ് ഇഷ്യൂസ് വേറെ, അതേപോലെ ഒപ്പോസിഷണൽ ഡിഫൈൻ ഡിസോർഡർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. എന്തിനും എതിർത്ത് പറയാം. അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, അവര് അംഗീകരിക്കാൻ തയ്യാറല്ല, അങ്ങനെ ഒരു മനോഭാവം നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതിന്റെ കൂടെയാണ് ഇത്തരം ഡിസോർഡേഴ്സും വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു കുട്ടി വരുവാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമായിട്ട്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ബേസിക് ആയിട്ട് ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു ഡിപ്രഷനുള്ള ഒരു കുട്ടി വന്നു, അല്ലെങ്കിൽ ആൻസൈറ്റി ഉള്ള ഒരു കുട്ടി വന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. അവൾ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു കേട്ടോ. 9th വരെ നന്നായി പഠിക്കായിരുന്നു, നല്ല മാർക്കായിരുന്നു, ഒരു കുഴപ്പമില്ല. എപ്പോഴും ഓൾമോസ്റ്റ് ഫുൾ മാർക്കായിരിക്കും അവൾക്ക്. 1-2 മാർക്ക് കുറയുന്ന അതിനപ്പുറത്തേക്ക് മാർക്ക് കുറയുന്നേ ഇല്ല. ഒരു 6th തൊട്ട് എന്റെ അടുത്ത് വരുന്ന കുട്ടിയാണ്, 9th വരെ. പക്ഷെ അവിടെ എത്തിയൊരു 10th എത്തിയപ്പോ മാർക്കില്ല. 10th എത്തിയപ്പോ ആൾക്ക് മാർക്ക് കിട്ടുന്നില്ല. ഏത് പരീക്ഷ എഴുതിയാലും മിനിമം പാസ് ആവുന്നുണ്ട്, പക്ഷെ ഒരു മിനിമം മാർക്ക്, അതായത് ഹൈ സ്കോർ. ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ കുറ്റപ്പെടുത്താൻ തുടങ്ങി, 10th എത്തിയപ്പോ ഉഴപ്പിയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ പാരന്റ്സിനും ആകെ ടെൻഷനായി. അവസാനം എന്നോട് സംസാരിക്കാൻ ആദ്യമൊന്നും നമ്മളൊന്നും പറഞ്ഞില്ല. ചോദിച്ച സമയത്ത് അറിയില്ല, എനിക്ക് എഴുതാൻ കിട്ടുന്നില്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് ആദ്യ സമയത്ത് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞ് വീണ്ടും സംസാരിക്കുമ്പോഴാണ് റിയൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റി സംസാരിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത്. നിങ്ങൾക്ക് തോന്നുന്നു എന്തായിരിക്കും 10th എത്തിയപ്പോ കുട്ടിയുടെ ഒരു മാർക്ക് കുറയാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്? ബോർഡ് എക്സാം പ്രഷർ. ഓവർ ആൻസിറ്റി 10th-ലല്ലേ, മറ്റ് പാരന്റ്സിനെ മറ്റുള്ളവരുടെ ഒരു ഓവർ എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അപ്പൊ അത് കുട്ടിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു മെന്റൽ ഡിപ്രഷൻ കൂടി കയറി വന്നിട്ടുണ്ടാകും. ഒരു അഡോളസൻസ് ഒരു പ്രോബ്ലംസ് അതെ, അത് തന്നെയാണ് സംഭവിച്ചത്. അവൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അവളിൽ ഭയങ്കര പ്രതീക്ഷ വെച്ചിരിക്കുകയാണ്, അല്ലെ ഇവൾ എന്തായാലും ഫുൾ A+ വാങ്ങിക്കും, അല്ലെങ്കിൽ ഈ ഒരു കാര്യം വാങ്ങിക്കും എന്നുള്ളത്. അപ്പൊ ഇത് ഇവൾക്ക് ഭയങ്കര ടെൻഷനായി. ടീച്ചേഴ്സിനും പ്രതീക്ഷ, വീട്ടുകാർക്കും പ്രതീക്ഷ, നാട്ടുകാർക്കും പ്രതീക്ഷ. അവൾക്കപ്പൊ എന്താ പറ്റുന്നില്ല, അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇൻ കേസ് ഒരു A+ എങ്കിലും പോയാലോ, അല്ലെങ്കിൽ ഇൻ കേസ് മാർക്ക് കുറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്റെ ലൈഫിൽ ഇനി? അതാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ആ കുട്ടി എടുത്തു വെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മള് സ്ഥിരമായിട്ട് A+ വാങ്ങണം എന്നൊക്കെ നമ്മൾ കാണുന്ന കുട്ടികളോട് പറയുന്ന സമയത്ത് അത് അവളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ക്ലാസ്സിലൊക്കെ തന്നെ എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആള് നിന്ന് വിറയ്ക്കും. വിറയ്ക്കാന്ന് വെച്ചാൽ കൈ ഇങ്ങനെ വിറയ്ക്കുന്നത് നമുക്ക് കാണാം, അമ്മാതിരി വിറയ്ക്കും, വേർക്കും. ഞാൻ വിചാരിക്കും വീഴും, ഇപ്പൊ താഴെ വീഴും എന്ന് വിചാരിക്കും എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത്.
അത്രയും ആ കുട്ടിയിൽ ആൻസൈറ്റിയുടെ ലെവല് കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അഡോളസൻസ് ആ ഒരു പ്രായത്തിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിൽ ഇതൊരു അക്കാദമിക് പ്രഷർ എന്നുള്ള രീതിയിലാണ് അത് ആ കുട്ടീനെ ശരിക്കും ആൻസൈറ്റിയിൽ കൊണ്ടെത്തിച്ചു. നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഒരു കാര്യം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എത്ര പഠിച്ചാലും പഠിക്കാൻ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, കാരണം അതിലോട്ടൊരു ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ച് പഠിച്ചാലല്ലേ അത് പഠിക്കുള്ളൂ. അവൾക്ക് അതിൽ തീരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. തലയിൽ മൊത്തം എന്താണ്, ഇത്തരം തോട്ട്സ് ആണ്. ഇത് കിട്ടിയില്ലെങ്കിൽ എന്താവും, ഇനി എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ള തോട്ട്സ് അങ്ങ് വല്ലാതെ കൂടിയില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ ഏതൊരു കേസ്, ഈ ഒരു കേസിലാണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിൽ ഒരു കുട്ടി വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ലിസണർ ആവാന്നുള്ളതാണ്, കേട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ നമ്മൾ അവർക്ക് ഉപദേശം കൊടുക്കുകയും അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ ഈ ടൈമിൽ ഇരുന്ന് പഠിച്ചോ എന്നൊക്കെ പറഞ്ഞുള്ള സൊല്യൂഷൻസ് കൊടുക്കുകയോ ചെയ്യരുത്. എപ്പോഴും അഡോളസൻസ് ഇപ്പൊ നേരത്തെ ഒരു മാം പറഞ്ഞ പോലെ അവർക്ക് നമ്മുടെ ഉപദേശം വേണ്ട അല്ലെങ്കിൽ നമ്മുടെ സൊല്യൂഷൻസ് വേണ്ട. അവർക്ക് ഏറ്റവും ആവശ്യം അവർ പറയുന്നത് കേട്ടിരിക്കാൻ ഒരാള് എന്നുള്ളതാണ്. ആവശ്യം വന്നാൽ ഗൈഡ് ചെയ്യാൻ ഒരാൾ. ഇനി എന്ത് ചെയ്യും ഞാൻ എന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ ചെയ്തൂടെ അല്ലെങ്കിൽ ഇത് നിനക്ക് പറ്റുമോ എന്നൊരു സപ്പോർട്ട് കൊടുക്കാൻ ഒരാൾ മാത്രമാണ് അവർക്ക് ആവശ്യം. അല്ല നീ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു ആളെ അവർക്ക് ആവശ്യമില്ല. ഒരു പാരന്റ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ന നിലയ്ക്ക് എപ്പോഴും അവരൊക്കെ ചെയ്യുന്നത് എന്താണ്, ഓരോ സൊല്യൂഷൻസ് കൊടുക്കലാണ്. പക്ഷെ ഒരു കൗൺസിലർ ആയിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് അവരെ ലിസൺ ചെയ്യുക, അവരെ ഗൈഡ് ചെയ്യുക, അവരുടെ സാഹചര്യം അവർ എന്താണ് സഫർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അത് മാത്രമല്ല അവരുടെ ബൗണ്ടറീസ് നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മൾ ഒരിക്കലും അവരെ ഡിപ്പെൻഡന്റ് ആക്കി മാറ്റരുത്. അപ്പോൾ അവരുടെ വിവരങ്ങളായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വേണം സൂക്ഷിക്കാൻ. എന്നുവെച്ചാൽ ഒരു എത്തിക്സ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം. ഒരു നല്ലൊരു കൗൺസിലർ ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരോട് സിൻസിയർ ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് കാണിക്കുക. അവര് പറയുന്നത് ഇപ്പൊ എത്ര ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ ഈ നിസ്സാര കാര്യത്തിനാണോ കൗൺസിലിംഗ് വന്നത് അല്ലെങ്കിൽ നിസ്സാര കാര്യം പറയാനാണോ വന്നത് നമുക്ക് തോന്നരുത്. അവരെ സംബന്ധിച്ച് അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമായിരിക്കും. അപ്പൊ ശരിക്കും ഇൻട്രസ്റ്റ് എടുത്ത് തന്നെ അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, എമ്പത്തറ്റിക് ആയിട്ട് പെരുമാറുക, റെസ്പെക്ട് ചെയ്യാട്ടോ. നമ്മൾക്ക് പലർക്കും ഉള്ള ഒരു രീതിയാണ്, നമ്മൾ മുതിർന്നവരും അവർ ചെറിയ കുട്ടികളോ ആവുമ്പോൾ ഞാനാണ് വലുത് അല്ലെങ്കിൽ ഞാനാണ് എക്സ്പേർട്ട് അല്ലെങ്കിൽ ഞാൻ നിന്നേക്കാൾ പ്രായമുള്ളതാണ് എന്നൊക്കെയുള്ള ഒരു ഭാവം അല്ലെങ്കിൽ അങ്ങനെ ഒരു ടോണൊക്കെ അറിയാതെ പോലും നമ്മുടെ സംസാരത്തിൽ കയറി വരാൻ പാടില്ല. അല്ലെ, ഇപ്പൊ നമ്മളിപ്പോ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഒച്ചയെടുത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂ എന്ന അധികാരഭാവത്തിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത്. കുറെ കൂടി റെസ്പെക്ട് കാണിക്കുക, അവരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബിഹേവിയേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുക. ഇതൊക്കെയാണ് ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി അവർക്ക് നമ്മളോട് തുറന്നു പറയാൻ മടിയാണെങ്കിൽ അവരോട് എഴുതി തരാം. ചിലപ്പോൾ അവർക്ക് നമ്മുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നുണ്ടാവില്ല. അയ്യോ എനിക്ക് ഇങ്ങനെ ഫേസിലോട്ട് നോക്കുമ്പോൾ ടെൻഷൻ ആവുന്നു, എനിക്ക് പറയാൻ, എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. എനിക്ക് ഇങ്ങനെ ഇവിടെ വന്നിരുന്നുമ്പോ ഒന്നും പറയാൻ കിട്ടണില്ല, അല്ലെങ്കിൽ നേരത്തെ ആണെങ്കിൽ ഞാൻ കുറെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷെ ഇവിടെ എത്തിയപ്പോ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല, കാരണം അവരുടെ ആ ഒരു ടെൻഷൻ ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് അവരോട് എന്ത് പറയാം, എഴുതിക്കോ, നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു പേപ്പറിൽ എഴുതിയിട്ട് വെക്കുക. അപ്പൊ അവർക്ക് കുറച്ചും കൂടി ഒരു റിലാക്സ്ഡ് ആയിട്ട് അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റും. അതേപോലെ എന്തിനു നീ അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ മാക്സിമം ഉള്ളവർക്ക്. ഇപ്പൊ പഠിച്ചില്ല പറഞ്ഞാൽ എന്തുകൊണ്ട് നീ പഠിച്ചില്ല, പഠിക്കാൻ പറ്റുന്നില്ല, നമ്മൾ അവരെ ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ചോദിക്കരുത്. അതിന് പകരം നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ടൈം കിട്ടിയാൽ നീ എന്താ ചെയ്യാ, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി എന്താണ് തോട്ട്സ്, ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആണ് പറയുന്നെങ്കിൽ അത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാവോ, അങ്ങനെ ഫീൽ ചെയ്യുന്നതിന്റെ കാരണം ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാവോ, ആ രീതിയിൽ. അതായത് ഡയറക്ട്ലി എന്താ എനിക്ക് അങ്ങനെ തോന്നി എന്ന് ചോദിക്കുന്നതിന് പകരം എനിക്ക് ഇങ്ങനെ വിഷമം തോന്നാൻ എന്തായിരിക്കും, എന്താ കാരണം ഉണ്ടായ, ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ചെയ്യോ, ആ രീതിയിൽ വേണം നമ്മൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ. അല്ലാതെ ഒറ്റ വാക്ക് അല്ലെ വെട്ടുന്ന തുണ്ട് രണ്ട് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും സംസാരിക്കരുത് അഡോളസൻസ്. ഒന്നാമത് അവർക്ക് ഇഷ്ടാവില്ല, അത് വേറൊരു കാര്യം. ആ ഒരു പ്രായത്തിന്റെ പ്രത്യേകതയാണ്, നമ്മളൊരു അധികാരഭാവം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒപ്പണപ്പ് ചെയ്യില്ല. അപ്പൊ വളരെ കാമായിട്ട് വളരെ സ്നേഹത്തോടെ ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുകയും ആ രീതിയിൽ വേണം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട്.
ഇനി അവർക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എഴുതി കാണിക്കാൻ, അവർക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ എഴുതാം. അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എഴുതി ചോദിക്കാൻ പറയാം. ഇപ്പൊ സ്കൂളിലൊക്കെ കണ്ടിട്ടില്ലേ, കൗൺസിലേഴ്സ് വരുമ്പോ അവരൊരു സെഷൻ അങ്ങനെയാ വെക്കുക, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതി തന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നേരിട്ട് എഴുന്നേറ്റ് നിന്ന് ചോദിക്കാൻ എഴുതി തരാൻ പറയും. ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അവരെ കുറെ കൂടി റിലാക്സ്ഡ് ആക്കും, നമ്മളൊരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാനും സഹായിക്കുന്നു. എപ്പോഴും നമ്മൾ അവരുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റിന് മാച്ച് ചെയ്ത് പോകും. അവര് ഹാപ്പി ആണെങ്കിൽ ആ ഒരു രീതിയിൽ, വിഷമം ഉണ്ടെങ്കിൽ അത് നമ്മൾ റിഫ്ലക്ട് ചെയ്യണം. അവർക്ക് എന്ത് വിഷമം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എപ്പോഴും സംസാരിക്കാൻ. ഇനി അവര് കുറച്ച് ദേഷ്യത്തോടെ ഒരു അഗ്രസീവ് ആയിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളും അതേ രീതിയിൽ സംസാരിക്കണം. മാച്ചിങ് ഹോസ്റ്റൽ ഇമോഷൻസ് എപ്പോഴും ഒഴിവാക്കണം. അവര് വാശി കാണിക്കുമ്പോൾ കൗൺസിലർ വാശി കാണിച്ചുകൊണ്ട് സംസാരിച്ചാൽ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിച്ചാൽ നമ്മൾ അവരുടെ പാരന്റ്സിനെ പോലെ, ചില പാരന്റ്സ് അങ്ങനെയല്ല, പാരന്റ്സിനെ പോലെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ പോലെ അല്ലെങ്കിൽ അധികാരം കാണിക്കുന്ന ഒരാളായിട്ട് മാത്രമേ അവര് കണക്കാക്കൂ. അപ്പൊ അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളോ ഒന്നും ഒരിക്കലും നമ്മളോട് പറയുക. ചിലപ്പോൾ അഗ്രസീവ് ആയിരിക്കും, പറയാൻ താല്പര്യം ഉണ്ടാവില്ല, ദേഷ്യം കാണിക്കുന്നുണ്ടാവും. പക്ഷെ അവരെ കാമായി കൂളാക്കി കൊണ്ടുവരാന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മളൊരു നമ്മുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അല്ലാതെ ആദ്യമേ അവര് നമ്മളോട് ഒപ്പണപ്പം ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അവർക്ക് നമ്മളൊരു ട്രസ്റ്റ് വരുമ്പോൾ മാത്രമാണ് അവരെന്ത് ചെയ്യുള്ളൂ, പ്രശ്നങ്ങൾ തുറന്നു പറയും. ഇതിനൊരു സിമ്പിൾ കേസ് പറഞ്ഞുതരാം. ഇത് ഉണ്ടായിട്ടുള്ള ഒരു കേസാണ്. ഒരു ചെറിയ, ഇപ്പൊ എന്റെ മുന്നത്തെ ക്ലാസ്സിൽ ഇരുന്നവരെ ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവും, ചില ആൾക്കാർ അവിടെയുള്ള ആൾക്കാരുണ്ട്. അപ്പോ ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടിയാണ് കേട്ടോ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവനെ സ്കൂളിൽ നിന്നാണ് കൗൺസിലിങ്ങിന് റെഫർ ചെയ്തിട്ട് വരുന്നത്. കുറച്ച് ഒരു പ്രൈവറ്റ് സ്കൂളാണ്. അപ്പൊ ഇവിടെ ഇവൻ ഒരുപാട് സ്നാക്സ് വാങ്ങി കഴിക്കുന്നുണ്ട്. ഒരു ദിവസം ടീച്ചർ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോ ക്യാൻറ്റീൻ ഉണ്ട്, സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ ക്യാൻറ്റീൻ ഉണ്ട്, ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് വാങ്ങിച്ചു കഴിക്കാൻ. ഒരു ദിവസമൊക്കെ കാണുകയാണെങ്കിൽ നമ്മളെ ടീച്ചേഴ്സ് കണക്കാക്കാതെ വിടും അല്ലെ. പക്ഷെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരും. അത് കുറച്ചൊന്നും അല്ല വാങ്ങിക്കുന്നത്, അവനും വാങ്ങിക്കുന്നുണ്ട്, ഫ്രണ്ട്സിനും വാങ്ങിക്കുന്നുണ്ട്, ഒരുപാട് ഫുഡ് വാങ്ങിക്കുന്നുണ്ട്. അവനെ കണ്ടാൽ തന്നെ ഒരു 5ലാണെന്നൊന്നും തോന്നില്ല, വളരെ വലിയൊരു കുട്ടിയായിട്ടാണ് നമ്മൾ കാണാം. ഭയങ്കര ബോഡി വെയിറ്റ് ഉണ്ട്, നല്ല തടിയുണ്ട്, ബോഡി വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല പ്രായത്തേക്കാൾ കൂടുതൽ തോന്നിക്കുന്നുണ്ട്. അതാണ് അവന്റെ ഒരു ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇവനോട് ഒരു ദിവസം ടീച്ചർ ചോദിച്ചു, നീക്ക് എവിടെ നിന്ന് ഇത്രയും പൈസ, ഇത് എവിടെ നിന്ന് അങ്ങനെ ഉണ്ട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞ അമ്മ തന്നതാ. കള്ളാണേ പറയുന്നത്, അമ്മ തന്നതാന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിൽ വിളിക്കുന്ന സമയത്ത് വീട്ടിൽ ആരും ഈ പൈസ എടുത്ത് പോകുമ്പോൾ പറഞ്ഞിട്ടില്ല. ഇതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ മുത്തശ്ശിയുടെ റൂമിൽ പോയിട്ട് അമ്മമ്മയുടെ റൂമിൽ പോയിട്ട് അവിടെ ഒരു മേശ വലിപ്പുണ്ടാവും, അതിൽ വെക്കുന്ന പൈസയും ഇങ്ങനെ എടുത്തുകൊണ്ട് വരാം. മുത്തശ്ശി അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്നുമില്ല. അപ്പൊ അമ്മമാരൊക്കെ ആണെങ്കിൽ അവരുടെ പേഴ്സത്തെ പൈസ പറയുന്നത് അറിയില്ലേ, മുത്തശ്ശിയുടെ റൂമിലാക്കുന്നത് ഇതാരും ശ്രദ്ധിക്കുന്നില്ല. ഇവര് ഈ പൈസ എടുത്തോണ്ട് വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ഇതിന്റെ കാരണം ആദ്യത്തെ സെഷന് ഇവർ ഈ കളവ് നിർത്താൻ വേണ്ടിയിട്ടാണ് കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നത്. ആദ്യത്തെ സെഷൻ ചോദിക്കുമ്പോൾ ഇവനൊന്നും പറയില്ല, എനിക്ക് വിശന്നിട്ടാണ്, എനിക്ക് സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, വീട്ടിലെ പൈസ ചോദിച്ചിട്ട് തരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പോയി എടുത്തതെന്ന് പറഞ്ഞു. ഇവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അമ്മ ഇനി തരും, അതായത് ചെറിയൊരു എമൗണ്ട് തരും, പക്ഷെ എല്ലാ ദിവസവും കഴിക്കാൻ പാടില്ല, അമ്മ തന്നു കഴിഞ്ഞാൽ ഇനി മോഷ്ടിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളോട് മറുപടി. ആ ഒരു രീതിയിൽ ഫസ്റ്റ് സെഷനിൽ വേറെ ഒരു പ്രശ്നങ്ങളും കാണാനില്ല. ഫാമിലിയിൽ ചോദിക്കുമ്പോഴും ഫാമിലി പറയുന്നത് ഒരു പ്രശ്നവും ഇല്ല, അച്ഛൻ പുറത്താണ്, ഗൾഫിലാണ്, ഇപ്പൊ നാട്ടിലേക്ക് ഉടനെ തിരിച്ചു വരും, പോയിട്ട് കുറച്ച് നാളായി, ഇവ വലിയ കുഴപ്പമൊന്നുമില്ല, പഠിക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് പറഞ്ഞാലൊന്നും കേൾക്കില്ല, അച്ഛൻ പറഞ്ഞാൽ മാത്രമേ ഇവൻ പഠിക്കുള്ളൂ. അച്ഛൻ അപ്പൊ ഫോണിൽ കൂടെ വിളിച്ചു പറയും പഠിക്കുന്നു പറഞ്ഞാൽ അപ്പൊ ഇവൻ പോയിരുന്നു പഠിക്കും. അപ്പൊ ഇപ്പൊ എന്തായാലും അച്ഛൻ വരുന്നതുകൊണ്ട് അവന് സന്തോഷമായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി അമ്മയുടെ അഭിപ്രായം. ടീച്ചേഴ്സിന് വേറെ പരാതികളൊന്നുമില്ല, കുട്ടി ക്ലാസ്സിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഉള്ള കുട്ടിയല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട്ടിയാണ്. പക്ഷെ ഇവർ ഇങ്ങനെ സ്നാക്സ് കഴിക്കുന്നത്, നല്ല ഫുഡൊന്നുമല്ല, ഭയങ്കര ജങ്ക് ഫുഡ്സ് ആണ് വല്ലാതെ കഴിക്കുന്നത്. അങ്ങനെ തൽക്കാലം ഫസ്റ്റ് സെഷനിൽ ഇത് പറഞ്ഞിട്ട് വിട്ടാക്കി. അമ്മ ചെറിയ രീതിയിൽ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോഴേക്ക് ചെറിയൊരു എമൗണ്ട് കൊടുത്തപ്പോ ഇവൻ നോർമലായി. പറഞ്ഞാൽ കളവ് നിർത്തി കുറച്ചുനാൾ കഴിഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തു, കുട്ടിയുടെ കളവ് നിന്നല്ലോ എന്ന് വെച്ചിട്ട് സെഷന് വന്നില്ല. അടുത്ത സെഷൻ വന്നില്ല, സെഷൻ സ്റ്റോപ്പ് ചെയ്തു. സെഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ചുനാളായപ്പോ വീണ്ടും കുട്ടി ഇത് സ്റ്റാർട്ട് ചെയ്തു. അതായത് വീണ്ടും പൈസ കാണാതെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഇവര് ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് പൈസ കാണാതെ പോകാൻ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴാണ് ഇവര് വീണ്ടും സെഷന് കൊണ്ടുവരുന്നത്.
അപ്പോഴേക്കും അച്ഛൻ നാട്ടിലെത്തിയിട്ടുണ്ട്. നാട്ടിലുണ്ടായിരുന്നില്ല പറഞ്ഞല്ലോ. അപ്പൊ അച്ഛനും നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ അച്ഛനും അമ്മയും കൂടിയാണ് സെഷന് കൊണ്ടുവന്നത്. അപ്പൊ ഈ കൊണ്ടുവന്ന സമയത്ത് ഇവനോട് എത്ര ചോദിച്ചു ഇവനൊന്നും പറയുന്നില്ല. എന്താ പ്രശ്നം ചോദിച്ചാൽ അവന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവനിങ്ങനെ ഫുഡ് കഴിക്കണം. വെറുതെ വിശക്കും. ഭയങ്കരമായിട്ട് എനിക്ക് വിശക്കും. അപ്പൊ എനിക്ക് ഫുഡ് കഴിക്കണം. അപ്പൊ എന്താ ഇങ്ങനെ വിശക്കാന്ന് ആലോചിച്ചപ്പോ അതെനിക്കറിയില്ല. പക്ഷെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇതാണ് ആളുടെ ഒരു മറുപടി, ആ ഒരു രീതി. അവസാനം ഇവനോട് നമ്മൾ പറഞ്ഞ ഒരു ടെക്നിക്ക് എന്താ വെച്ചാൽ കുറെ നേരം ഇരുന്ന് സംസാരിച്ചു. സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ചെറിയ കുട്ടിയാണല്ലോ, 5ാം ക്ലാസ് എന്ന് പറയുമ്പോ. അവന്റെ കാര്യങ്ങൾ ചോദിച്ചു, വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു നമുക്കൊരു ഗെയിം കളിക്കാം, അല്ലെങ്കിൽ ഒരു ചിത്രം വരച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനൊരു ചിത്രം വരയ്ക്കാൻ ഏൽപ്പിക്കുകയാണ്. ഫാമിലിയുടെ ചിത്രം വരയ്ക്കുന്നത്. ഭംഗിയൊന്നും വേണ്ട, വെറുതെ റഫായിട്ടൊരു ചിത്രം വരയ്ക്കാം. ഇവൻ വരച്ചിരുന്ന ചിത്രം എങ്ങനെയാണെന്നറിയോ? അച്ഛന് കൊമ്പൊക്കെ ഇട്ട്, 2 കൊമ്പൊക്കെ ഇട്ട് മുത്തശ്ശിക്ക് ഒരു വാലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചിത്രത്തില് കൊമ്പുണ്ട്, ഒരു ചിത്രത്തില് വാലുണ്ട്. അമ്മ നോർമൽ ആണ്. എല്ലാത്തിനും താഴെ ആരാന്ന് മെൻഷൻ ചെയ്തിട്ട് നമുക്കൊരു ചിത്രം തന്നു. അപ്പോ ഇവനോട് ഇങ്ങനെ ചോദിച്ചു, ഇതെന്താ ഈ കൊമ്പൊക്കെ വരച്ചു വെച്ചിരിക്കണേ? എന്താ പറയാ, അച്ഛന് കൊമ്പുണ്ട്, അച്ഛൻ രാക്ഷസന. ഇങ്ങനെയാണ് പറഞ്ഞത്, അച്ഛൻ രാക്ഷസന. അതെന്താ, അച്ഛനെ ഇഷ്ടമാണെന്നാണല്ലോ അമ്മ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ അല്ല, എനിക്ക് പേടിയാണെന്ന്. അപ്പൊ മുത്തശ്ശീനെ എന്താ വാല് വെച്ചത്? മുത്തശ്ശി കൊരങ്ങന്റെ സ്വഭാവം. ഇടയ്ക്ക് അച്ഛനെ സപ്പോർട്ട് ചെയ്യും, ഇടയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കും. അവൻ പറയുന്ന ഒരു ഡയലോഗാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കും. അതുകൊണ്ടാണ് മുത്തശ്ശിക്ക് വാല് വരച്ചത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടായിരിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? എന്തുകൊണ്ടായിരിക്കും കുട്ടി ഇങ്ങനെ മോഷ്ടിക്കുന്നതും ഈ ഫുഡ് ഇങ്ങനെ കഴിക്കുന്നതിനെയും പറ്റി? ഒരു 11 വയസ്സുള്ള കുട്ടിയാ. സ്ട്രെസ്സാണ്. കുട്ടിക്ക് എന്തോ ഒരു ഒരു പ്രശ്നമുണ്ട്. അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈറ്റിംഗ് ഡിസോർഡർ ആയി ഒരു സ്ട്രെസ്, എന്തോ ഒരു വിഷയം ഉണ്ട് കുട്ടിക്ക്, ഒരു പ്രശ്നമുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഈ ഭക്ഷണം. സ്കൂളിൽ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് ടീച്ചേഴ്സ് പറഞ്ഞത്, അന്വേഷിച്ചിട്ടേ. അപ്പൊ പ്രശ്നം എവിടെയായിരിക്കും? കുട്ടിക്ക് പ്രശ്നം കുട്ടീന്റെ വീട്ടിൽ തന്നെയാണ്, നല്ല പാരന്റിങ് കിട്ടുന്നില്ല എന്നുള്ളത്. പാരന്റിങ് ഇഷ്യൂസ് ആണ് സത്യത്തില് കുട്ടിക്ക് ഈ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ആദ്യത്തെ ഒരു സെഷനിൽ കുട്ടി ഒന്നും നമ്മളോട് പറഞ്ഞില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടിക്ക് നമ്മളെ ഒട്ടും പരിചയമില്ല, നമ്മള് ചോദിക്കുന്നതിനൊന്നും കൃത്യ ഉത്തരവില്ല, അമ്മ കൂടെ ഉണ്ട്, പറഞ്ഞില്ല. 2ാമത്തെ സെഷനിൽ അമ്മ പുറത്തിരിക്കുകയും കുട്ടി നമ്മളോട് ഇരുന്ന് കുറെ നേരം സംസാരിച്ച ശേഷമാണ് കുട്ടി ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയത്. നമ്മൾ അവരോട് സിൻസിയർ ആയിട്ട് പെരുമാറി ശരിക്കും ഇൻട്രസ്റ്റ് ഉണ്ട്, അവരെ മനസ്സിലാക്കുന്നുണ്ടെന്ന് തോന്നുന്ന ഒരു മൊമെന്റിൽ മാത്രമേ അവരെ നമ്മളോട് ഓപ്പൺ അപ്പ് ആവുള്ളൂ. അപ്പൊ ചോദിച്ചു, എന്തിനാ അച്ഛന് കൊമ്പൊക്കെ വരച്ചല്ലോ, എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറയണത്, എന്തിനാ അച്ഛനെ പേടിക്കുന്ന വെച്ചാൽ അച്ഛൻ ഭയങ്കരമായിട്ട് തല്ലുമകളെ. അതായത് കുട്ടിക്ക് ഇങ്ങനെ കളവോ മോഷണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുട്ടി പഠിക്കാത്തതിന് കുട്ടീനെ നല്ലോണം തല്ലുമായിരുന്നു മുന്നേ, ചെറിയ ക്ലാസ്സിൽ. പിന്നെ തല്ലാന്ന് വെച്ചാൽ എങ്ങനെ അറിയോ? ബെൽറ്റ് വെച്ച് അടിക്കലാണ്. ബെൽറ്റ് വെച്ച് അങ്ങേ അറ്റം അടിക്കും. ഇവ കരയണ സമയത്ത് പറയത്രേ സൗണ്ട് പുറത്ത് വരരുത്. അപ്പൊ ഇവരെന്ത് ചെയ്യും? അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും ഫുഡ് ഐറ്റം ഇല്ലേ അതെടുത്ത് വായിലിട്ടിട്ട് മിണ്ടാതിരിക്കും. കരച്ചിൽ പുറത്തേക്ക് ഇറങ്ങിക്കുക. വെച്ച് തല്ലും, സൗണ്ട് പുറത്ത് വന്നാൽ വീണ്ടും അടി കിട്ടും. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേഗം ഈ സ്നാക്സ് അങ്ങനത്തെ അടുക്കളയിലൊക്കെ ആകുമ്പോ കുട്ടികളുള്ള വീടില്ലേ, എന്തെങ്കിലുമൊക്കെ ബേക്കറി ഉണ്ടാവും. ഇവൻ ഈ സാധനം എടുത്ത് വായിലിട്ടിട്ട് സൗണ്ട് പുറത്ത് വരാതെ ഇരുന്ന് കഴിക്കും. ഇതാണ് സംഭവിക്കുന്നത്. ശരിക്കും കുട്ടി ഒരു വലിയൊരു ട്രോമയിലൂടെയാണ് കടന്നു പോയിരിക്കണം. അപ്പൊ ഇതിങ്ങനെ കുറെ വർഷം ഉണ്ടാകും. പിന്നീട് അച്ഛൻ ഗൾഫിൽ പോയപ്പോ കുട്ടിക്ക് സമാധാനമായി. കുട്ടി ഇതൊക്കെ നിർത്തി, കുട്ടി കുറച്ചും കൂടി റിലാക്സ്ഡ് ആയി. ഇപ്പോഴാണ് വീണ്ടും അച്ഛൻ തിരിച്ചു വരുന്നു എന്ന് കേട്ടപ്പോഴാണ് കുട്ടി മോഷ്ടിക്കാൻ തുടങ്ങിയത്. കുട്ടിക്ക് ശരിക്കും മോഷ്ടിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല, കുട്ടിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി, സ്ട്രെസ് ആവാൻ തുടങ്ങി, എന്തെങ്കിലും ചെയ്യണം. അപ്പൊ കുട്ടി പണ്ട് കണ്ടെത്തി വെച്ച ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്, ടെൻഷൻ വരുമ്പോ അല്ലെങ്കിൽ സ്ട്രെസ് വരുമ്പോ എന്തെങ്കിലും എടുത്ത് വായിലിടുക, എന്തെങ്കിലും കഴിക്കുക. അപ്പൊ ഇവന് സ്ട്രെസ് വന്നിട്ടാണ് ഈ വിശക്കുന്നത്. അവർ ആൻസൈറ്റിയുടെ ആഫ്റ്റർ എഫക്റ്റാ. ഭയങ്കരമായിട്ടുള്ള ബിഞ്ച് ഈറ്റിങ്ങിലോട്ട് അത് പോകും. ശരിക്കും ഒരു ഈറ്റിംഗ് ഡിസോർഡറിന്റെ വക്കിലായി അത്. കുറച്ചും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈറ്റിംഗ് ഡിസോർഡർ ആയിട്ട് ഈറ്റിംഗ് ഡിസോർഡറിന്റെ ബേസിക് ലെവൽ അല്ലെങ്കിൽ താഴത്തെ ലെവലുള്ള ബിഞ്ച് ഈറ്റിംഗിൽ എത്തും. മോഷണം എന്ന് പറഞ്ഞത് ശരിക്കും ഫുഡ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാ, അല്ലാതെ മോഷണം അല്ലെങ്കിൽ ക്ലെപ്റ്റോമാനിയെ പോലെയുള്ള ഡിസോർഡർ ഒന്നും അവനില്ല. ഫുഡ് വാങ്ങണേ കാശ് വേണമല്ലോ, അതുകൊണ്ടാണ്. അച്ഛൻ തിരിച്ചു വരുന്നു എന്ന് കേട്ടപ്പോഴാണ് കുട്ടിക്ക് ശരിക്കും എന്തോ തുടങ്ങിയത്, ഈ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത്.
അപ്പൊ ചിലപ്പോ ഇതൊരു 3 സെഷനൊക്കെ കഴിഞ്ഞിട്ടാട്ടോ കുട്ടി ഓപ്പൺ അപ്പ് ആയത്. 2 സെഷൻ കഴിഞ്ഞ് 3-ാമത്തെ 4-ാമത്തെ സെഷനിൽ ഓപ്പൺ അപ്പ് ആവുന്നത്. അതുവരെയും കുട്ടി ഒന്നും മിണ്ടില്ല. എവിടെ ചോദിച്ചാലും ഒരു പ്രശ്നവും ഇല്ല. അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു പാരന്റിങ് ആണെന്ന് നമുക്ക് അറിയാം. പക്ഷെ ഇത് കുട്ടി പറയണ്ടേ, അത് മാത്രമാണ് ഇഷ്യൂ. അതും ഇനി സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടെ നമുക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. അപ്പോ ടീച്ചേഴ്സ് സ്കൂളിൽ നിന്നില്ല പറയും, പാരന്റ്സ് പറയും വീട്ടിലും പ്രശ്നമില്ല. അപ്പൊ കുട്ടി തന്നെ ഇത് സത്യമായിട്ട് നമ്മളോട് തുറന്നു പറഞ്ഞേ പറ്റും. 1-2 സെഷനൊക്കെ കഴിഞ്ഞ് അവന് തോന്നി നമ്മളോട് പറയാം, അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവും എന്നൊരു മൊമെന്റ് എത്തുമ്പോൾ മാത്രമാണ് അവർ എന്ത് ചെയ്തുള്ളൂ, ഓപ്പൺ അപ്പ് ചെയ്തത്. അവിടെ ഞാൻ അവന്റെ അമ്മയെ പോലെ അല്ലെങ്കിൽ ആ ടീച്ചറിനെ പോലെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ നീ ഇങ്ങനെ ചെയ്തത്, നീ ഇങ്ങനെ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഒരിക്കലും കുട്ടി നമ്മളോട് ഇതൊന്നും പറയില്ലേ. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് നമ്മൾ എപ്പോഴും വൈ എന്നുള്ള ചോദ്യം ഒഴിവാക്കണം. എന്ത് അത് നമ്മളിപ്പോ എന്നോട് ചോദിച്ചത് എന്തിനാ കൊമ്പ് വരച്ചേ, കൊമ്പ് വരച്ചിക്കാൻ കാരണം എന്താ, എന്തിനാ അച്ഛനെ പേടിക്കണേന്നൊക്കെ ചോദിച്ച് പതുക്കെ സമാധാനമായിട്ട് ചോദിച്ചപ്പോഴാണ് കാര്യം പറയുന്നത്. അല്ല നീ എന്തിനാ മോഷ്ടിച്ചത്, നീ എന്തിനാ പൈസ എടുത്തത്, പൈസ എടുക്കുന്നത് ശരിയല്ല എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നതെങ്കിൽ ആ കുട്ടി ഒരിക്കലും നമ്മളോടൊന്നും പറയാൻ പോകില്ല. അവർ ഈ കേസ് പിന്നെ വരില്ല കൗൺസിലിങ്ങിന്റെ പകുതി വെച്ച് നിർത്തിയിട്ട് പോകും. ആ കൗൺസിലറുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല എന്ന് തന്നെയായിരിക്കും കാര്യം. ഈ രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ കുട്ടിക്ക് ശരിക്കും ആ ഒരു പാരന്റിങ് നെഗ്ലക്റ്റ് ആണ് അവിടെ പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ശരിക്കും കുട്ടീനെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്, കുട്ടീനെ ട്രീറ്റ് ചെയ്യണം. കുട്ടിയുടെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഇപ്പൊ പാരന്റ്സിനും നമ്മൾ എന്ത് കൊടുക്കണം, ഒരു അവയർനെസ് കൊടുക്കണം. ഇവിടെ നമുക്ക് ഫാമിലി കൗൺസിലിംഗ് എന്തായാലും വേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ആ ഒരു അച്ഛന്റെ ബിഹേവിയർ ആണ് ഒരു വരുന്നത്. അവർക്കുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ തല്ലി പഠിപ്പിക്കണം മക്കളെ, കുറച്ച് ഫ്രീ ടൈം കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു പാരന്റ് ആവുമ്പോൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ഡ്യൂട്ടിയും കൂടെ നമുക്ക് ഇവിടെ വരും. ഇവിടെ തുടങ്ങിയത് അഡോളസെന്റ് കൗൺസിലിംഗിലാണെങ്കിലും നമുക്ക് ഇവിടെ ഫാമിലിക്കും കൂടെ ആ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുകയും വേണം. ഒപ്പം ഇവർക്ക് ഈ പറഞ്ഞ മെത്തേഡ് മാറ്റേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. ആ ഒരു കാര്യം ചെയ്തിട്ട് എന്തോ ചാൻസിലുണ്ട് ക്രൂരമായ മർദ്ദനം. യെസ്, ഫിയർ ആണ്. പാരന്റ്സിനോടാണ് പേടി. സത്യം അമ്മേനെ പേടിയില്ല, പക്ഷെ അമ്മ ഒന്നും മിണ്ടില്ല. അച്ഛൻ എന്ത് ചെയ്താലും അമ്മ ഒന്നും മിണ്ടില്ല. അപ്പൊ കുട്ടിയെ സംബന്ധിച്ച് ഈ ഇമോഷൻ തുറന്ന് പറയാൻ അവിടെ ഒരാളില്ല. അതായിരുന്നു അവന്റെ ആവശ്യം. ഉള്ളിൽ കിടക്കുന്ന ഇമോഷൻസ് ഒക്കെ പറയാൻ ഒരാൾ, കേൾക്കാൻ ഒരാൾ. അതാണ് കൗൺസിലറുടെ അടുത്തുനിന്ന് അവർക്ക് വേണ്ടിയിരുന്നത്. ഓക്കെ, എന്തുകൊണ്ട് വൈ എന്ന് ചോദിക്കരുത് എന്നുള്ളതിന്റെ ഒരു റീസൺ ആണ്. നമ്മൾ വൈ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും വരില്ല. ഇതൊരു ബിഞ്ച് ഈറ്റിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഇഷ്യൂസിന്റെ ഒരു കേസായിരുന്നു. ഇത് മാത്രമല്ല, പല രീതിയിലുള്ള ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് കുട്ടികൾക്ക്. ചില കുട്ടികൾ ഭയങ്കരമായിട്ട് വാശി പിടിച്ച പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവും, അല്ലെ. പാരന്റ്സിനെ ഉപദ്രവിക്കുന്ന ഒരു കേസ് എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിരുന്നു. അത് വെറുതെ പാരന്റിനെ ഉപദ്രവിക്കുക. പാരന്റ് ഇവനെ ഇട്ടിട്ട് എന്തെങ്കിലും പോവാന്ന് പറഞ്ഞാൽ അപ്പൊ പാരന്റ്സിന് അമ്മേനെ, പ്രത്യേകിച്ച് അമ്മേനെ ഉപദ്രവിക്കും. അമ്മയ്ക്ക് ഇപ്പൊ എവിടെയും പുറത്തൊന്നും പോകാൻ പറ്റില്ല അവനെ ഇട്ടിട്ടോ, അല്ലെങ്കിൽ ആ കുട്ടീനെ വിട്ട് എവിടെയും പോകുന്ന ഇഷ്ടമല്ല. പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ കടിക്കുക, ഉപദ്രവിക്കുക, തല്ലുക, പല രീതിയിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് ആയിട്ട്. അപ്പൊ നമുക്ക് ഈ കുട്ടികളുടെ ഇഷ്യൂസ് എങ്ങനെ അസസ് ചെയ്യാം? അത് ബിഹേവിയറൽ ഇഷ്യൂസ്, ഡിപ്രഷൻ, ആൻസൈറ്റി ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ കണ്ടക്ട് ഡിസോർഡർ ഉണ്ടാവാം, സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ ഉണ്ടാവാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ടൂൾസും കൂടെ ഒന്ന് പറയാം. ഇത് കഴിഞ്ഞിട്ട് ബാക്കി 2 കേസും കൂടി പറയാം കേട്ടോ. അപ്പോ നിങ്ങൾക്ക് അറിയാവോ, ആർക്കെങ്കിലും ടൂൾസ് അറിയാവോ എങ്ങനെയാണ് കുട്ടികളുടെ പ്രശ്നങ്ങൾ നമുക്ക് അളക്കാൻ പറ്റുക? സ്കൂളുകളിൽ ചെയ്യാൻ പറ്റുന്നതുണ്ട്, ക്ലിനിക്കിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ടൂൾസോ കാര്യങ്ങളോ ആർക്കെങ്കിലും അറിയോ? അവരുടെ മനസ്സിലുള്ളത് ഒരു ചിത്രം പോലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവര് ചെയ്യും. മാം പറഞ്ഞ പോലെ അത് തന്നെ. നമ്മുടെ അതാണ് ഇപ്പൊ നേരത്തെ കുട്ടി ചെയ്തതില്ല. അത് ശരിക്കും ആർട്ട് തെറാപ്പിയുടെ ഒരു ടെക്നിക്കാണ്. കുട്ടിയെ കൊണ്ട് വരപ്പിക്കുക എന്നുള്ളത് അതൊരു ആർട്ട് തെറാപ്പി ടെക്നിക്കാണ്. പിന്നെ കുട്ടിയോട് നമ്മൾ ഇന്ററാക്ട് ചെയ്തു, കുട്ടിയോട് നേരം കുറച്ചു നേരം കളിച്ചിരുന്നു, അതൊരു പ്ലേ തെറാപ്പി ടെക്നിക്കാണ്. ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പ്ലേ തെറാപ്പി, ആർട്ട് തെറാപ്പി. ഞാൻ അതല്ല ചോദിച്ചത്, നമുക്ക് അവരെ അസസ് ചെയ്യണം. അവരുടെ ഇമോഷണൽ ഇഷ്യൂസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഡിപ്രഷന്റെ സിവിയാരിറ്റി, ആൻസൈറ്റി എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായിട്ട് ഇതിപ്പോ സംസാരിക്കുന്നതിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒന്നും കൂടി ഡയഗ്നോസ് ചെയ്യാൻ, കൃത്യമായ ലെവലിൽ അത് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന ടൂൾസ് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചിട്ട്. ചാറ്റ് ബോക്സ് ഉണ്ടോ അല്ലെങ്കിൽ? ഇല്ല. ഓക്കെ.
അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒന്നാണ് ബിഹേവിയർ ചെക്ക് ലിസ്റ്റുകൾ. പല ടൈപ്പ് ഉണ്ട്. ഇവിടെ അറിയില്ല. ഓക്കെ, ബിഹേവിയർ ചെക്ക് ലിസ്റ്റുകൾ ഉണ്ട്. നമ്മളിപ്പോ ഒരു കൗൺസിലിംഗ് സെന്റർ ഒക്കെ നിങ്ങളിപ്പോ ഭാവിയിൽ കൗൺസിലർ ആയിട്ട് ഒരു കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കോമൺ ആയി സൂക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ഈ ഒരു അഡോളസൻസ് ഒക്കെ എന്തായാലും ഇന്നത്തെ കാലത്ത് കുറെ ഇഷ്യൂസ് ഉണ്ട് അഡോളസൻസ്. ഈ പറഞ്ഞതൊക്കെ ഒന്നോ രണ്ടോ കേസസ് ആണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിൽ നമുക്ക് അവരുടെ ഒരു ലെവൽ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന, ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന കുറെ ചെക്ക് ലിസ്റ്റുകളുണ്ട്, ക്വസ്റ്റ്യനെയേഴ്സ്. ഒന്ന് എക്കൻബാക്കിന്റെ ചൈൽഡ് ബിഹേവിയർ ചെക്ക് ലിസ്റ്റ് ആണ്. 6 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ്. അവരുടെ ബിഹേവിയറൽ ഇഷ്യൂസ് എത്രത്തോളം ഉണ്ട്, ഇമോഷൻസ് റെഗുലേറ്റ്, ഇപ്പൊ നേരത്തെ മിസ് പറഞ്ഞില്ലേ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇമോഷണൽ റെഗുലേഷൻ ഇല്ല എന്നൊക്കെ. അപ്പൊ അത് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആണ് ചൈൽഡ് ബിഹേവിയർ ചെക്ക് ലിസ്റ്റ്. ഇത് കുട്ടികളല്ല ടിക്ക് ചെയ്യുക, പാരന്റ്സോ കെയർ ഗിവേഴ്സോ ആയിരിക്കും. കാരണം അവരാണല്ലോ കാണുന്നത് കുട്ടിയുടെ ബിഹേവിയർ ഒക്കെ. അത്തരം കാര്യങ്ങൾ പാരന്റ്സോ കെയർ ഗിവേഴ്സോ ആണ് നമുക്ക് ടിക്ക് ചെയ്ത് തരും. കുറെ ചോദ്യങ്ങളാണത്, അവരത് ടിക്ക് ചെയ്ത് തരും. അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുട്ടിക്ക് എന്തൊക്കെ ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ട്, എന്തൊക്കെ ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളതൊക്കെ. ഈവൻ ചിലപ്പോൾ പറയാൻ അവർ പല കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. ഈ ചെക്ക് ലിസ്റ്റിൽ മാർക്ക് ചെയ്യുമ്പോഴാണ് അവർ തന്നെ അത് ഓർക്കുന്നുണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാനും ഡയഗ്നോസ് ചെയ്യാനും സഹായിക്കും. പിന്നെ ഡിപ്രഷൻ ഉണ്ടോ എന്ന് നോക്കാൻ നമുക്ക് പെക്കിന്റെ ഡിപ്രഷൻ ഇൻവെന്ററീസ് ഉണ്ട്. അഡോളസൻസിനും അഡൾട്ട്സിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആണ് ഡിപ്രഷന്റെ ഒരു സിവിയാരിറ്റിയും ഒക്കെ. അത് അവര് തന്നെയാണ് കേട്ടോ ടിക്ക് ചെയ്യുന്നത്. ഞാനാണ് പേഷ്യന്റ്, ഞാനാണ് ക്ലയന്റ്, ഞാൻ തന്നെയാണ് വരുന്നത്. എനിക്ക് ലോ ആയിട്ട് മൂഡ് തോന്നുന്നുണ്ടോ, തോന്നുന്നില്ലേ, എനിക്ക് ഓർമ്മക്കുറവുണ്ടോ, അങ്ങനെ എനിക്ക് തോന്നുന്ന കാര്യം. ഇത് ഭയങ്കര ചെറിയ കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആരുടെയെങ്കിലും ഒക്കെ ഒരു സഹായം വേണ്ടി വരും. കുറച്ചൊരു ഏജ് ആയിട്ടുള്ള കുട്ടികൾ, ഒരു 15-16 ഒക്കെ ഏജ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ അവർക്ക് വായിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റഡി സ്കിൽസ്. പിന്നെ കുട്ടികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെ, പഠിച്ചെത്തുന്നില്ല, ടൈം മാനേജ്മെന്റ് ഇല്ല, എനിക്ക് നോട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ എപ്പോഴും പറയുന്നത്. എക്സാം ഒക്കെ കഴിഞ്ഞ ടീച്ചർ എനിക്ക് എല്ലാം അറിയാമായിരുന്നു, പക്ഷെ എനിക്ക് സമയം തീരെ മാനേജ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് 2 ക്വസ്റ്റ്യൻ ബാക്കിയായി. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടി അവർക്ക് എവിടെയാണ് അവരുടെ വീക്ക്നെസ്, എന്തൊക്കെയാണ് അവരുടെ സ്ട്രെങ്ത്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനെയർ ആണ് സ്റ്റഡി സ്കിൽ അസസ്മെന്റ് ക്വസ്റ്റ്യനെയർ. ഇതിൽ നമ്മൾ ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം. അതിനനുസരിച്ച് നമുക്ക് അവർക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കാം, അവരുടെ സ്റ്റഡി ഹാബിറ്റ്സ് മാറ്റാൻ പറഞ്ഞു കൊടുക്കാം. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ പിന്നെയുള്ളതാണ് ADHD ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് വാൻഡർബിൽറ്റിന്റെ ടെസ്റ്റ്. ഇത് ടീച്ചേഴ്സ് റേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ക്ലാസ് റൂമിൽ കുട്ടികളുടെ ഒരു ബിഹേവിയറും അവിടെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിന് വേറൊരു ഫോമും ഉണ്ട് പാരന്റ്സിനുള്ളത്, അതും അവൈലബിൾ ആണ്. പിന്നെ ആൻസൈറ്റിക്ക് 2 ടെസ്റ്റുകൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യും. കുട്ടികളുടെ വറീസ് എത്രത്തോളം ഉണ്ട്, സോഷ്യൽ ആൻസൈറ്റി ഉണ്ടോ, ജനറൽ ആൻസൈറ്റി ഉണ്ടോ, തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അളക്കാൻ പറ്റുന്ന 2 ടെസ്റ്റുകളാണ് വെസ്റ്റ് സൈഡ് ടെസ്റ്റും സ്കെയർഡ്. സ്കെയർഡ് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ഫുൾ ചൈൽഡ് ആൻസൈറ്റി റിലേറ്റഡ് ഡിസോർഡർ. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അത് തുടക്കത്തിൽ തന്നെ കുട്ടികൾക്ക് ഈ ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി ഇന്റർവെൻഷൻസ് കൊടുക്കാൻ ഈ ഒരു ടെസ്റ്റ് സഹായിക്കും. ദെൻ സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് പ്രശസ്ത്. ഇത് ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്തതാണ് കേട്ടോ. NCERT തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. കേട്ടിട്ടുണ്ടോ എന്നറിയില്ല പ്രശസ്ത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ സ്കൂളുകളിൽ ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പല സ്കൂളുകളിലൊന്നും കുട്ടികളെ വെച്ച് ചെക്ക് ലിസ്റ്റോ സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് വളരെ കുറവാണ്. ചില സ്കൂളുകളിലുണ്ട്, പക്ഷെ എല്ലായിടത്തും വളരെ കുറവാണ്. അപ്പൊ ഇവിടെ ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഡിസബിലിറ്റി ഉണ്ടോ, അവർക്ക് നമ്മൾ റെഫർ ചെയ്യണോ, സൈക്കോളജിസ്റ്റ് അടുത്ത് റെഫർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, വേറെ എന്തെങ്കിലും രീതിയിൽ എഡ്യൂക്കേഷണൽ സപ്പോർട്ട് കൊടുക്കണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇത് ടീച്ചേഴ്സിന് തന്നെ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആണ്. അതിന്റെ സ്കോറിംഗ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കുട്ടികളുടെ പ്രശ്നങ്ങൾ. പിന്നെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ അറിയാൻ നമുക്ക് ബിഹേവിയർ ചെക്ക് ലിസ്റ്റ് അവൈലബിൾ ആണ്. ബിഹേവിയർ ചെക്ക് ലിസ്റ്റ് ഫോർ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക്. പിന്നെ വീണ്ടും ഉണ്ട് വേറെ റീഡിംഗ് ഫ്ലുവൻസി ഡ്രിൽ എന്ന് പറഞ്ഞിട്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളൊക്കെ കുട്ടികളുടെ റീഡിംഗ് സ്പീഡും ഫ്ലുവൻസിയും ഒക്കെ റൈറ്റിംഗ് സ്പീഡും എല്ലാം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. പിന്നെ ഇത് ഡിപ്രഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ്. പേഷ്യന്റ് ഒരു ഹെൽത്ത് എത്രത്തോളം ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ടോ, അതേപോലെ മാറ്റങ്ങളുണ്ടോ,
ആ ഒരു ഡിപ്രഷന്റെ ലെവൽ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനെയർ. ഇനി എഡ്യൂക്കേഷൻ പ്ലാനിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യനെയർ ആണ് മദ്രാസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിംഗ് സിസ്റ്റം. അതായത് ഇത് സ്കൂളുകളിലാണ് ഉപയോഗിക്കുക. കുട്ടികളിൽ ഈ പറഞ്ഞ പോലെ ലേണിംഗ് ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് അവരുടേതായ രീതിയിൽ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ഇത്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് കോർണർ സ്കെയിൽ. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പാരന്റ്സിന് ചെയ്യാം, ടീച്ചേഴ്സിന് ചെയ്യാം, കുട്ടിക്ക് സ്വയം സെൽഫ് റിപ്പോർട്ട് ആയിട്ട് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ADHD ഉണ്ടോ, ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആണ്. പിന്നെ ഇത് വീണ്ടും ഉണ്ട്, കുറെ ടെസ്റ്റുകൾ ഉണ്ട് കേട്ടോ. ഞാനിവിടെ കുറച്ചെണ്ണം ഇങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിന്റെ കുട്ടികളുടെ വേർഷൻ, ചൈൽഡ് അപ്പർസെപ്ഷൻ ടെസ്റ്റുകൾ, ഈ പറഞ്ഞ പോലെ ചിത്രങ്ങളെ കാണിച്ചിട്ട് കഥ പറയാൻ പറയാം. അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരു ചിത്രം കണ്ടിട്ട് അവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് നമ്മൾ കഥകൾ പറയാം. അപ്പൊ അവരുടെ ഒരു പേഴ്സണാലിറ്റിയും ഇമോഷനും ഉള്ളിൽ കിടക്കുന്ന കോൺഫ്ലിക്റ്റുകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ആങ്സൈറ്റിയും ഡിപ്രഷനും ഒരേപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് റിവൈസ്ഡ് ചിൽഡ്രൻ ആങ്സൈറ്റി ഡിപ്രഷൻ സ്കെയില്. ഇത് പാരന്റ്സിനും സെൽഫായിട്ടും ചെയ്യാവുന്നതുണ്ട്. ഇപ്പൊ വലിയ കുട്ടികളാണെങ്കിൽ അഡോളസൻസ് എന്ന് പറയുമ്പോൾ 18 വയസ്സ് വരെ വരുന്നുണ്ടല്ലോ. ആ ഒരു പ്രായത്തിന്റെ ഉള്ളിൽ വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് സ്വയം ചെയ്യാം. ചെറിയ കുട്ടികള് 10 വയസ്സ് 11 വയസ്സ് ചെറിയ കുട്ടികളാണെങ്കിൽ പാരന്റ്സ് ആയിരിക്കും ചെയ്യുന്നത്. ഇതും കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ്. ഏതെങ്കിലും ഒരു രൂപം വരയ്ക്കാൻ പറയാം. ആ ഒരു രൂപം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ രൂപം വരയ്ക്കുന്ന സമയത്ത് അവിടെ കുറെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും. അവരുടെ മൂക്കിന്റെ വലിപ്പം, ചെവി വരച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കയ്യിലെ വിരലുകളുടെ എണ്ണം എത്രണ്ണം കൊടുത്തിട്ടുണ്ട്, ഹാൻഡിന്റെ ലെങ്ത്, റേഷ്യോ ഉണ്ട്. ഹാൻഡ് വലുതായി വരച്ചോ ചെറുതായി വരച്ചോ, ഭംഗിയല്ല നോക്കുന്നത്, ആ ഒരു റേഷ്യോ പ്രൊപ്പോർഷൻ എങ്ങനെയാ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ അനലൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടെസ്റ്റുകളുടെ പേര് പറഞ്ഞത് നമ്മളൊരു ബേസിക് കൗൺസിലിങ്ങിന് പോകുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള കുറച്ച് ടെസ്റ്റുകളെങ്കിലും അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് വെറുതെ ഒന്ന് കേട്ടത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമായിരിക്കും. നമുക്ക് ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ നമുക്ക് CBT കൊടുക്കണോ വേറെ എന്തെങ്കിലും ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു ധാരണ വേണം. അവരുടെ ഇമോഷണൽ ഇഷ്യൂസിനെ പറ്റിയും ബിഹേവിയർ ഇഷ്യൂസിനെ പറ്റിയും, സ്ട്രെങ്ത്, വീക്ക്നെസ്, പാരന്റൽ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്, അവർ ജീവിക്കുന്ന ഒരു എൻവയോൺമെന്റ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള അവരുടെ ഉള്ളിലുള്ള തോട്ട്സ് എന്തൊക്കെയാണ് എല്ലാം നമുക്കറിയണം. അതറിയണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ അസസ്മെന്റ് ചെയ്തേ പറ്റുള്ളൂ. അവര് തുറന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ, അതിനൊപ്പം തന്നെ നമുക്ക് ഇൻഫർമേഷൻ ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ കിട്ടും. ഇതെല്ലാം കൂടെ ഒരാൾ ഉപയോഗിക്കണം എന്നില്ല കേട്ടോ. ഇതൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രായം, ഓരോന്നിനും ഓരോ ഏജ് ഗ്രൂപ്പ് ഉണ്ട്. ഓരോ ഏജ് ഗ്രൂപ്പിന് അനുസരിച്ചിട്ട് ടെസ്റ്റ് ഉപയോഗിക്കാം. അപ്പൊ ഡിപ്രഷൻ തന്നെ നമ്മൾ കുറെ ടെസ്റ്റുകൾ പറഞ്ഞു, ആൻസൈറ്റിക്ക് കുറെ ടെസ്റ്റ് പറഞ്ഞു. എല്ലാം ഒരാളിൽ ചെയ്ത് നോക്കണ്ട. അവരുടെ പ്രായം, അവരുടെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്താൽ മതി, ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ടെസ്റ്റുകളൊക്കെ അടിസ്ഥാനത്തിലാണ് മാമിന്റെ കയ്യിൽ ടൂൾസ് ഉണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാമോ? നമ്മൾ എന്തായാലും വർക്ക്ഷോപ്പ് വരുന്നുണ്ട് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട്. ആ സമയത്ത് നമ്മൾ ഷെയർ ചെയ്യാം. കുറച്ച് ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ടൂൾസ് പേരറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ കണ്ടക്ട് ചെയ്യും. അപ്പൊ ഇനി എന്തൊക്കെയാണ് കൗൺസിലിംഗ് ടെക്നിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുക ഈ ഒരു വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് നമുക്ക് കോമൺ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്? ഒന്ന് CBT ആണ്. നമുക്ക് എപ്പോഴും അവരുടെ ഉള്ളിൽ കുറെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും. ഞാൻ സൂയിസൈഡ് പ്രിവെൻഷന്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ പോകാറുണ്ട്. വരുമ്പോ ഇവിടെ എന്നും ആദ്യം വന്നിട്ട് അവർ പറയുന്ന, അല്ലെങ്കിൽ എപ്പോഴും കോമൺ ആയിട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞാൻ പറയുന്ന കേൾക്കാൻ ആർക്കും സമയമില്ല, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയാം. അവരുടെ എബിലിറ്റിനെ പറ്റി എനിക്കിത് മാനേജ് ചെയ്യാൻ അറിയില്ല, എനിക്ക് ഫ്യൂച്ചറിനെ പറ്റി ഒരു ഐഡിയ ഇല്ല, അങ്ങനെ കംപ്ലീറ്റ്ലി കുറെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്. അപ്പോ അവരുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് ഒക്കെ മാറ്റാനും അവരെ ഒരു കൃത്യമായ ഗോൾസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കാനും ഒക്കെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് CBT. ഇപ്പൊ അറിയാലോ, നിങ്ങൾ CBTയുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത ആളുകളൊക്കെ വേണ്ടിയിട്ട്
പറയാം CBT എത്രത്തോളം യൂസ്ഫുൾ ആണ്. അതേപോലെ സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറാപ്പി നമ്മൾ കൊടുക്കാറുണ്ട്. ഈ CBT കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ തോട്ട്സ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാം കേട്ടോ. തോട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൈൻഡിൽ വരുന്ന തോട്ട്സ് ഒക്കെ എഴുതി വെക്കാൻ പറയും. അത് എത്രത്തോളം ശരിയാണ് എത്രത്തോളം തെറ്റാണെന്ന് അവർ തന്നെ ഐഡന്റിഫൈ ചെയ്യും പിന്നീട്. അത് അവർക്ക് തന്നെ ഒരു സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കും. അതായത് ഇപ്പൊ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് തോട്ടെങ്കിൽ അത് എഴുതി വെക്കാം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും അതിനെ എതിർക്കുന്ന ഫാക്ടേഴ്സും രണ്ടും നമ്മൾ എഴുതാൻ പറയും. അവർ തന്നെയാണ് എഴുതുന്നത്. അത് കുറെ കഴിഞ്ഞിട്ട് അവർക്ക് അത് വായിച്ചു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അതിൽ എത്രത്തോളം ശരിയുണ്ടായിരുന്നു. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇൻസൈറ്റ് തരാൻ സഹായിക്കും. അപ്പൊ അവരുടെ ആവശ്യമില്ലാത്ത കുറെ നെഗറ്റീവ് തോട്ട്സ് അങ്ങനെ മാറിക്കിട്ടും. അപ്പൊ അവരുടെ ഇമോഷൻസ് ചാനൽ ചെയ്യാൻ, എന്താണ് അവരെ ട്രിഗർ ചെയ്യിക്കുന്നത്, എന്താണ് അവരെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കാൻ പറയാം. പിന്നെന്താ മിറാക്കിൾ ക്വസ്റ്റ്യൻ. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് പറയും അവിടെ. ഇതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ചിലപ്പോൾ പാരന്റ്സിന്റെ ഇഷ്യൂസ് ആവാം, ചിലപ്പോൾ പഠനമാവാം, ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആവാം, ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഇഷ്യൂസ് ആവാം. ഇതായിരിക്കും. അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം, മിറാക്കിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മിറാക്കിൾ ക്വസ്റ്റ്യൻസ് പറഞ്ഞ് ഓക്കെ, ഈ പ്രശ്നം അവസാനിച്ചു. ഒരു ദിവസം രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് അത്ഭുതം എന്ന പോലെ ഈ പ്രശ്നം സോൾവ് ആയി. ഇത് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? ഇങ്ങനൊരു പ്രശ്നം ഇനി ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം നിങ്ങളുടെ ലൈഫിൽ സ്ട്രെസ് തരുന്ന ഈ സംഭവം നിങ്ങളുടെ ലൈഫിൽ ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാന്ന് ചോദിക്കുന്നത്. അപ്പൊ അവരെന്താണ് ആഗ്രഹിക്കുന്നത്, അവരുടെ ഉള്ളിലുള്ള ഇമോഷൻ എന്താണ് അവർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ മിറാക്കിൾ ക്വസ്റ്റ്യൻസ് പലപ്പോഴും നമുക്കൊരു കൃത്യമായ ഒരു ഇന്റർവെൻഷൻ കൊടുക്കാൻ സഹായിക്കും. പിന്നെ സ്കെയിലിംഗ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇമോഷൻസ് നമ്മൾ സ്കെയിൽ ചെയ്യില്ലേ, 1 to 10. ഹാപ്പി ആണെങ്കിൽ ഇതിൽ ഇത്ര വരെ, ഞാൻ കോൺഫിഡന്റ് ആണ്, കോൺഫിഡൻസ് റേറ്റ് ചെയ്യുക, ഇത്ര തൊട്ട് ഇത്ര വരെയിൽ നിങ്ങൾക്ക് എത്രയാണ്. അപ്പൊ അവരുടെ സ്ട്രെങ്ത് ഗോൾസ് ഒക്കെ മനസ്സിലാക്കാൻ അത് സഹായിക്കും. നറേറ്റീവ് തെറാപ്പി നേരത്തെ പറഞ്ഞാല് സ്റ്റോറീസ് പറയാം. ഏതെങ്കിലും ഒരു പ്രശ്നം, ഏതെങ്കിലും ഒരു കാര്യം എടുത്ത് സ്റ്റോറി പറയാം. അപ്പൊ ആ സ്റ്റോറിയിൽ ശരിക്കും അവർ അവരുടെ ലൈഫിലെ പ്രശ്നങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. അവരെ പറയാൻ മടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന പല കാര്യങ്ങളും അറിയാതെ ആ സ്റ്റോറിയിലൂടെ പുറത്തു വരും. ആ സ്റ്റോറിയിലെ നായകർ അവർ തന്നെ ആയിരിക്കും. അതിൽ നിന്ന് അവരുടെ സ്ട്രെങ്തും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട്. ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഒരു ടെക്നിക്ക്? ബാക്കിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള തെറാപ്പീസ് ആയിരിക്കും. അഡോളസൻസിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് മോട്ടിവേഷണൽ ഇന്റർവ്യൂ. OARS ടെക്നിക് എന്നാ പറയാം. എന്നുവെച്ചാൽ അവരോട് എപ്പോഴും നമ്മൾ ചോദിക്കേണ്ടത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു, അതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാമോ. ഒരിക്കലും യെസ് ഓർ നോ ചോദ്യം ചോദിക്കരുത് എന്നാ പറയാം. അഡോളസൻസിന്റെ അടുത്ത് യെസ് ഓർ നോ ചോദ്യങ്ങൾ ഒഴിവാക്കി എപ്പോഴും ഡീപ്പായിട്ട് ഉത്തരം തരുന്ന, ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കാം. അഫിർമേഷൻസ് കൊടുക്കണം അവർക്ക്. അവർ ചെയ്യുന്നതിൽ നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് പറയണം. അഫിർമേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർ ബെസ്റ്റ് ആണ്, അല്ലെങ്കിൽ അവർ ഇന്ന കാര്യത്തിൽ അവർക്ക് ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഒന്നും കൂടെ എടുത്തെടുത്ത് പറയേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ചെയ്യാം റിഫ്ലക്റ്റീവ് ലിസണിങ്. ലിസൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർ പറയുന്നത് അതേപോലെ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, ഓക്കെ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റും ആണ്. പക്ഷെ റിഫ്ലക്റ്റീവ് ലിസണിങ് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണ്. അവർ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ തിരിച്ച് റിഫ്ലക്ട് ചെയ്യാം. ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് നിനക്ക് വിഷമം തോന്നിയത് ഇല്ലേ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അവർ പറയുന്നത് മുഴുവൻ നമ്മൾ ഉൾക്കൊണ്ടുവരുന്നു, അവരുടെ ഇമോഷൻ നമുക്ക് മനസ്സിലായത്. അത് വലിയൊരു ചേഞ്ച് ഉണ്ടാക്കും, നല്ലൊരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യുക. ഇവർ പറഞ്ഞത് ഒരു 1000 പ്രശ്നം പറഞ്ഞിട്ടുണ്ടാവും, അത് മുഴുവൻ അതേപോലെ അങ്ങോട്ട് തിരിച്ച് പറയാന്നുള്ളതല്ല. ഇതിലെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് ചുരുക്കി പറയാം. ഇതൊക്കെയാണ് അപ്പൊ ഇതിന്റെ പ്രശ്നങ്ങൾ, ഇതിലെയാണ് നമുക്ക് സൊല്യൂഷൻ വേണ്ടത് എന്ന് നമ്മൾ ചുരുക്കി പറയാം. ദെൻ അവരിലൊരു മോട്ടിവേഷൻ ബിൽഡ് ചെയ്യുകയും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കാം. അവരിൽ ചേഞ്ച് ആവണം, മാറ്റം വരുത്തണം. ഈ ഒരു ടെക്നിക്കാണ് FIL മോട്ടിവേഷൻ ഇന്റർവ്യൂവിൽ OARS ടെക്നിക്കിന്റെ പറയും. നമ്മൾ അവരുടെ ഉള്ളിൽ ഒരു മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കോൺവെർസേഷൻസ് നടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒരാള് പറഞ്ഞില്ലായിരുന്നു, വരപ്പിക്കുക എന്നുള്ളത്.
വളരെ ചെറിയ കുട്ടികളിൽ അല്ലെങ്കിൽ യങ്ങർ അഡോളസൻസിൽ ഏറ്റവും യൂസ്ഫുൾ ആണ് പ്ലേ തെറാപ്പി, ആർട്ട് തെറാപ്പി ഒക്കെ. നമ്മൾ അവരെ കൊണ്ട് ചിത്രം വരയ്ക്കാൻ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ റോൾ പ്ലേ ചെയ്യിക്കുന്ന സമയത്ത് അല്ലെ. ഇമോഷൻ കാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറെ ഇമോജീസ് പോലെയാ. അവിടെ സന്തോഷം, സങ്കടം, ദേഷ്യം അങ്ങനെ കുറെ കാർഡുകൾ വെച്ചിട്ടുണ്ടാവും. അത്ര ഇമേജസ് ഉള്ള കാർഡുകൾ വെച്ചിട്ടുണ്ടാവും. അവരോട് ചോദിക്കുക ഇന്ന് നിനക്ക് ഏത് മൂഡാ തോന്നുന്നത്, ഇതൊന്ന് സെലക്ട് ചെയ്തു, ഇപ്പൊ തോന്നുന്ന ഇമോഷൻ എന്താ വെച്ചാൽ സെലക്ട് ചെയ്തു. അപ്പൊ അവർ ആ ഒരു ചിത്രം നമുക്ക് സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഒന്നും വേണ്ട താഴെ ഇരിക്കുന്നതിൽ ഒരു ഇമോഷൻ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. അവരെടുത്ത് കാണിച്ചതിന് ശരിക്കും അവരുടെ ഇമോഷൻ ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു കാര്യം. പിന്നെ സാൻഡ് ട്രേ ടെക്നിക് ഒക്കെ ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് ഒരു സാൻഡ് ട്രേ ഉണ്ടാവും, കുറെ ഫിഗേഴ്സ് അതിലുണ്ടാവും, മനുഷ്യര്, മൃഗങ്ങള്, വീടിന്റെ ഒക്കെ സാൻഡിന്റെ മേലെ വെച്ചിട്ടുണ്ട്. ഇത് അറേഞ്ച് ചെയ്തിട്ട് ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറയാം ആ മണ്ണില്. അപ്പോ അവരുടെ ഉള്ളിലുള്ള കോൺഫ്ലിക്റ്റിനനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ചുറ്റുമുള്ളതിനെ നോക്കി കാണുന്നത് എന്നതിനൊക്കെ അനുസരിച്ചായിരിക്കും ആ രൂപങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇങ്ങനെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഇമോഷൻസിനെയൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരാം. എല്ലാം അവര് തുറന്ന് പറയണം എന്നില്ല, പക്ഷെ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവർ ഓരോരുത്തർക്കും അനുസരിച്ച് പ്ലാൻ ചെയ്യുക. എല്ലാവർക്കും ഒരേ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓരോ കുട്ടികളുടെയും ഇഷ്യൂസ് വേറെ ആയിരിക്കും. അതേപോലെ തന്നെ ഫാമിലിന്റെ കോർഡിനേഷൻ വേണം, സ്കൂളിന്റെ കോർഡിനേഷൻ വേണം. ഇനി സിവിയർ കേസസ് ഒക്കെ ആണെങ്കിൽ, സബ്സ്റ്റൻസ് അബ്യൂസ് ഒക്കെ വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. കൗൺസിലിംഗ് കൊടുക്കുന്നത് മാത്രമല്ലല്ലോ, അവിടെ ഡി അഡിക്ഷൻ സെന്ററിലോട്ട് വിടേണ്ടി വരും. അപ്പൊ മറ്റുള്ള പ്രൊഫഷണൽസിന്റെ സഹായം വേണ്ടി വരും. അത്തരം കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട്. എന്തൊക്കെയായിരിക്കും ചലഞ്ചസ് ഇങ്ങനെയുള്ള ആൾക്കാരെ കൗൺസിൽ ചെയ്യുന്ന സമയത്ത്, കുട്ടികളെ കൗൺസിൽ ചെയ്യുമ്പോൾ നമ്മൾ നേരിടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ? മാം ഒരു സംശയം ചോദിച്ചോട്ടോ? എന്തോ ഒരു സംശയം ചോദിക്കാനായിരുന്നു. ആ ചോദിച്ചോളൂ. ADD കണ്ടക്ട് ഡിസോർഡർ ADHD-യേക്കാളും ക്ലിയർ ആവുന്നില്ല. ഹലോ, കേൾക്കാമോ? പറ്റോ. ഈ ADD കണ്ടക്ട് ഡിസോർഡർ ADHD-യേക്കാളും കുറച്ചും കൂടി ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കേസല്ലേ? ക്ലിയർ ആവാത്ത ADHD എന്ന് മറ്റേ കേട്ടു ഞാൻ. ADD കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ADHD-യേക്കാളും കുറച്ചും കൂടി ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേന്നാണ് ചോദിച്ചത്. അതായത് ADHD എന്നൊക്കെ പറയുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. അറ്റൻഷൻ ഇഷ്യൂസ്, അവര് നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല, ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്, അല്ലെ, കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. ഇപ്പൊ അവർ ഹോംവർക്ക് ചെയ്യുന്നതാണ്, അത് പകുതിക്ക് ഇട്ടിട്ട് വേറൊരു ആക്ടിവിറ്റി ചെയ്യുന്നതാണ്, അത് അവിടെ ഇട്ടിട്ട് വേറെ ആക്ടിവിറ്റിയിലേക്ക് അവരിങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ADHD. ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും അവരെല്ലാ കാര്യത്തിലും. ചില കുട്ടികൾ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവില്ല, അറ്റൻഷൻ ഇഷ്യൂസ് മാത്രമായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവും. പക്ഷെ കണ്ടക്ട് ഡിസോർഡർ അങ്ങനെയല്ല. കണ്ടക്ട് ഡിസോർഡർ കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള ഒരു ആന്റി സോഷ്യൽ ബിഹേവിയറിന്റെ ചെറിയ ഫോമാണ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത്. കുട്ടികൾ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് നുണ പറയും, സെക്ഷൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടും ചെറിയ പ്രായത്തിൽ തന്നെ. ഈ പറഞ്ഞ പോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ടാവാം, സ്മോക്കിംഗ്, ആൽക്കഹോൾ യൂസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോവാം, എപ്പോഴും ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യുക, വീട്ടിൽ നുണ പറയാം, ഒരു വയലന്റ് ബിഹേവിയർ ഉണ്ടാവും, അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ആ രീതിയിലുള്ള ബിഹേവിയേഴ്സ് ഒക്കെ കാണിക്കും. അറിയാതെ ചെയ്യുന്നല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്വഭാവ വൈകല്യം എന്ന് പറയുന്നത് ഏറ്റവും മോശം രീതിയിലായിരിക്കും ആ കുട്ടിയുടെ ബിഹേവിയർ പോകുന്നുണ്ടാവും. ADHD-യില് ഒതുങ്ങിയിരിക്കാത്തതും ചെറിയ രീതിയിൽ ഒച്ചെടുക്കുന്നതും പറഞ്ഞാൽ കേൾക്കാത്തതും ഒക്കെ ഒരു മൈനർ ലെവൽ. പക്ഷെ കണ്ടക്ട് ഡിസോർഡർ പറയുമ്പോൾ അതിന്റെ സിവിയർ ലെവലായിട്ടാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇത്തരം തെറാപ്പി കൊടുത്തിട്ട് ശരിയാക്കാൻ, കാരണം അത് ശരിയാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതെ, കണ്ടക്ട് ഡിസോർഡർ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ മാനേജബിൾ ആണ്. പക്ഷെ അതൊരു സിവിയർ ലെവലിലോട്ട് പോയി നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ കുട്ടി വലുതാവുന്നതിന്റെ കൂടെ ഇതിന്റെ സിവിയാരിറ്റി കൂടിക്കൊണ്ടിരുന്ന അവസാനം അഡൾട്ട് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇങ്ങനെയുള്ള ആളുകളാണ് ആന്റി സോഷ്യൽസ് ആയിട്ട് മാറുന്നത്. അപ്പൊ അതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തിരിച്ചറിഞ്ഞാലേ നമുക്ക് കൃത്യമായ ഇന്റർവെൻഷൻസ് കൊടുക്കാൻ പറ്റും. കണ്ടക്ട് ഡിസോർഡറില് ADHD മാനേജബിൾ ആണ്. കുറെ ആൻസേഴ്സ് ഒക്കെ വന്നിട്ടില്ലേ?
ബിഗ് ഡിപ്രഷൻ, ആൻസൈറ്റി, ഇൻവെന്ററി നിൽക്കുന്നതാണ്. ക്ലിയർ ആയി? എനിക്ക് വോയിസ് ക്ലിയർ അല്ല, ചോദിച്ചെന്ന് എനിക്ക് ഇത്രേ കേട്ടുള്ളൂ. ഓക്കെ, അത് തന്നെയാണ് മാം. അത് 13 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു വന്നിരുന്നത്. ഇപ്പൊ അതെച്ചാൽ ആ പേരൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഉം എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു. പാരന്റ്സിന് മാനേജ് നമുക്ക് മാനേജബിൾ ആണ്, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കണ്ടക്ട് ഡിസോർഡർ ADHD-നേക്കാളും കുറച്ചും കൂടി റിസ്കി ആണ് നമുക്ക് അവരെ മാനേജ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അവിടെയും നമുക്ക് ഈ പറയുന്ന തെറാപ്പിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടി വരും. ഇനി കുട്ടി സബ്സ്റ്റൻസ് യൂസിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ അത് ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടി വരും. സബ്സ്റ്റൻസ് യൂസ് നിർത്തിക്കേണ്ടി വരും. ഈ അഡിക്ഷൻ കൊടുത്ത് അത് നിർത്തിക്കേണ്ടി വരും. അപ്പൊ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാവും. പിന്നെ അതിന്റെ കൂടെ ബാക്കി ടെക്നിക്സും കൂടെ മുന്നോട്ട് കൊണ്ടുപോയി വരും. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള കേസസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ചലഞ്ച് റെസിസ്റ്റൻസ് ആണ്. കണ്ടക്ട് ഡിസോർഡർ ഉള്ള കുട്ടികളൊന്നും നമ്മൾ പറഞ്ഞു കേട്ട് അവിടെ ഇരിക്കാൻ പോകണില്ല. പിന്നെ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ കേസിൽ സൈലൻസ് ആണ്, ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ഓപ്പൺ അപ്പ് ചെയ്തിട്ടില്ല. അതേപോലെ പലപ്പോഴും അവർക്ക് തുറന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ കൾച്ചറൽ ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെ? ജെൻഡർ ഐഡന്റിറ്റി, അത് നമ്മൾ ജെൻഡർ ഇഷ്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യണം. പല കാര്യങ്ങളും നമ്മൾ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ മാനേജ് ചെയ്യേണ്ടി വരും. പിന്നെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളും നേരിടേണ്ടി വരും. അഡോളസൻസ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ വയലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന കുട്ടികളുണ്ടാവാം, ക്രിമിനൽ കേസസിൽ പെട്ടിട്ടുള്ള കുട്ടികളുണ്ടാവാം, അതേപോലെ സെക്ഷൽ അബ്യൂസ് നേരിട്ടുള്ള കുട്ടികളുണ്ടാവാം. ഇവരെല്ലാം നമ്മുടെ അടുത്ത് വരുന്നുണ്ടാവും അഡോളസെന്റ് കൗൺസിലിംഗ്. അപ്പൊ ചില കേസസിൽ സെക്ഷൽ അബ്യൂസിന്റെ കേസസ്, നമുക്കിനി 2 കേസ് സ്റ്റഡിയും കൂടി പറഞ്ഞു നിർത്താം കേട്ടോ, ടൈം ആയി എന്നറിയാം. അപ്പൊ 2 കേസസ്, ഒരു കേസ് ഉണ്ടായിരുന്നത് ഭയങ്കര സൈലന്റ് ആയിരുന്ന കുട്ടി, സെക്ഷൽ അബ്യൂസ് കേസാണ്. പക്ഷെ ആദ്യം നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ആദ്യത്തെ സെഷനിൽ വന്നിട്ട് ഇവര് പാരലൈസ് ആയിട്ടായിരുന്നേ. ഇത് ഞാൻ ഇന്റേൺഷിപ്പിൽ ചെയ്തൊരു കേസാണ്, ഞാൻ നേരിട്ട് അറ്റൻഡ് ചെയ്തൊരു കേസാണ്. നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആൾ അറ്റൻഡ് ചെയ്തൊരു കേസ്. കുട്ടി പാരലൈസ് ആണ്. അവര് കുറെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുത്തു. എവിടെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടും കുട്ടി ഓക്കെ ആവുന്നില്ല. കുട്ടിക്ക് നെർവസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. കുട്ടി നോർമലാണ്. പക്ഷെ കുട്ടിക്ക് ശരിക്കും കാല് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, ഇടുപ്പിന് താഴോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് അവസ്ഥ. നന്നായി പഠിക്കുന്ന ഒരു കുട്ടി, വളരെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടി. കഴിഞ്ഞ ആഴ്ച വരെ സ്കൂളിൽ അവർ പോയിണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയല്ല, ഒരു മാസം മുന്നേ വരെ അവർ മാസം പലയിടത്തും കൊണ്ട് നോക്കി. എവിടെ നോക്കിയിട്ടും ഇതിന് ഒരു വഴിയും കണ്ടെത്താൻ പറ്റിയില്ല. കുറച്ചുനാൾ ആയുർവേദം, ലാസ്റ്റ് ഒരു കുറച്ചുനാള് ആയുർവേദത്തിൽ കാണിച്ചു തുടങ്ങിയ സമയത്താണ് ഇവർ കൗൺസിലിംഗ് വരുന്നത്. അപ്പൊ ഇങ്ങനെ വന്ന സമയത്ത് ആദ്യത്തെ സെഷനിൽ കുട്ടി ഫുള്ള് സൈലന്റ്, ഒന്നും വേണ്ടതില്ല. അമ്മ ഇരുന്ന് പറയുന്നുണ്ട് എന്താ പറ്റിയെന്നല്ല. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോ കുട്ടിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഇവര് കുറെ അടുത്ത് കൊണ്ടുപോയി 1.5 മാസമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, ഒരു കാര്യമില്ല. ഡോക്ടേഴ്സിനും ഒരു റീസൺ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നെർവ്സിലോ ബ്രെയിനിലോ ഒന്നും ഒരു ഇഷ്യൂ ഇല്ല. അവസാനം എന്താ പറഞ്ഞു, തൽക്കാലം ഒരു അന്നത്തെ സെഷനിൽ കുട്ടി ഒട്ടും ഓപ്പൺ അപ്പ് ആവുന്നില്ല. കുറെ നേരം പാരന്റ്സിനെയും ടീച്ചേഴ്സിനോടൊക്കെ സംസാരിച്ചതല്ലാതെ ഒരു ഗുണമില്ല, തിരിച്ചു വിട്ടാക്കി. നെക്സ്റ്റ് സെഷനിൽ വന്നപ്പോ ഇതേപോലെ തന്നെ അവര് പറഞ്ഞത് പാരന്റിനെ പുറത്തേക്ക് വിട്ടു. പരിചയമുള്ള ഫാമിലി ആയിരുന്നു, ആ കൗൺസിലർക്ക് പരിചയമുള്ള ഫാമിലി ആയിരുന്നു. പാരന്റിനടുത്ത് ജസ്റ്റ് വൈറ്റമിൻ ഗുളിക എഴുതി കൊടുത്തിട്ട് ഇത് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞ് പുറത്തേക്ക് അവരെ വിട്ടാക്കുകയും കുട്ടിയോട് അപ്പോഴാണ് ചോദിക്കുന്നത്. കുട്ടി ആദ്യം ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുട്ടി ഒന്ന് കരയാൻ തുടങ്ങി. പിന്നെ കുട്ടിയെ സമാധാനിപ്പിച്ച് പതുക്കെ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് പറയുന്നത്, കുട്ടിയുടെ സ്വന്തം അമ്മാവൻ, രണ്ടാമത്തെ അമ്മാവൻ കുട്ടീനെ രാത്രി കയറി സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, കയറി പിടിക്കുന്നുണ്ടായി. പിറ്റേ ദിവസം ഇത് അവളെ അമ്മയോട് പറഞ്ഞു. അവള് അവിടുന്ന് എഴുന്നേറ്റ് പോയി. പിറ്റേ ദിവസം അമ്മയോട് പറഞ്ഞു, രാവിലെ തന്നെ അമ്മയോട് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു ഇത് പുറത്താരോട് പറയാം. സ്വാഭാവികമായിട്ടും കുട്ടിക്ക് അത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കി. അവള് കാര്യമെങ്കിലും ആരോടും പറയണ്ട, ഒറ്റയ്ക്ക് നേരത്തെ കിടന്നു. ഒരുപാട് ലേറ്റ് ആയിട്ട് പഠിക്കാനിരിക്കും, അതാണ് സംഭവം. അപ്പൊ ലേറ്റ് ആവണ വരെ ഹാളിൽ ഇരുന്ന് പഠിക്കേണ്ട, നേരത്തെ കിടന്നോളാൻ പറഞ്ഞു. കുട്ടി ഹാളിലാണ് കിടക്കുന്നത്. അമ്മ വേറെ അടുത്ത് പ്രായമായ ഒരു മുത്തശ്ശി അവരുടെ കൂടെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഹാളിലാണ്. അപ്പോ പിറ്റേ ദിവസം കുറച്ചു ദിവസം കഴിഞ്ഞു വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. അപ്പോ അങ്ങനെ 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അമ്മയോട് പറയുമ്പോ അമ്മ ഇത് ഇവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. നീ എന്തിനാ, നിന്നോട് പറഞ്ഞല്ലേ ലേറ്റ് ആവുന്നവരെ ഇരിക്കേണ്ട, അനാവത്തെ പോയി കിടക്കണമെന്ന് പറഞ്ഞല്ലേ എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെടാം. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, ആ ഒരു ട്രോമയുടെ എഫക്റ്റിലാണ് കുട്ടി പാരലൈസ് ആയത്. ശരിക്കും കുട്ടി പാരലൈസ് ആയി ചോദിച്ചാൽ പാരലൈസ് ആയി. നമ്മളിതിനെ കൺവേർഷൻ ഡിസോർഡർ എന്നാണ് പറയാ.
സൊമാറ്റോഫോം ഡിസോർഡറിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്, കൺവേർഷൻ ഡിസോർഡർ ആണ്. കുട്ടി ശരിക്കും പാരലൈസ് ആയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷൻ കാണില്ല. അതാകെ എന്തുകൊണ്ട് സംഭവിച്ചതാണ്? ഇമോഷണൽ ട്രോമയിൽ നിന്ന് സംഭവിച്ചതാണ്. കാരണം ആ കുട്ടിയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തോട്ട് ഉണ്ട്, കുട്ടിക്ക് വയ്യാതായി കഴിഞ്ഞാൽ, ഇതാണ് കേട്ടോ ശരിക്കുള്ള തോട്ട് ഇതാണ്, എനിക്ക് വയ്യാതായി കഴിഞ്ഞാൽ ആരെങ്കിലും എപ്പോഴും കൂടി ഉണ്ടാവില്ലേ? ആരെങ്കിലും കൂടെ ഉള്ളപ്പോ മറ്റേയാളെ ഉപദ്രവിക്കാനോ കയറി പിടിക്കാനോ വരില്ലല്ലോ. ആ ഒരു തോട്ടാണ് ആ കുട്ടീനെ അവിടെ, ആ ഒരു ഇമോഷണൽ സ്ട്രഗിളാണ്. ആരും മനസ്സിലാക്കുന്നില്ല, പാരന്റ്സും അത് മനസ്സിലാക്കുന്നില്ല, ആരോടും പറയാൻ പറ്റുന്നില്ല. സോ ആ ഒരു സ്ട്രഗിൾ അവിടെ ആ ഒരു ഇമോഷണൽ ട്രോമയിൽ കൊണ്ടെത്തിച്ച് പ്രശ്നമായി. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു കേസ് ഇത് ഞാൻ നേരിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല, നമ്മുടെ ഇന്റേൺഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു കേസ്. മറ്റേ കേസസ് അറ്റൻഡ് ചെയ്ത കേസ്. ഇങ്ങനെ നമ്മള് കുറെ സെക്ഷൽ അബ്യൂസ്, വേറൊരു സെക്ഷൽ അബ്യൂസ് കേസ് ഞാൻ സ്കൂളിൽ പോയപ്പോഴാണ് കേട്ടത്. അത് സ്കൂളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള്. അവരത് കുട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് അത് ലീഗലി, പാരന്റോട് സംസാരിച്ചത് ലീഗലി മൂവ് ചെയ്തു. കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് പ്രതി. അപ്പൊ അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പൊ സെക്ഷൽ അബ്യൂസ് കേസൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നേരിട്ട് കൊണ്ട് കേസ് കൊടുക്കാൻ അവരുടെ സമ്മതം ഇല്ലാതെ പറ്റില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കും അതിന്റെ ഒരു കോൺസിക്വൻസ്. കുട്ടീനെയും പാരന്റ്സിനെയും പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് കേസ് ഫയൽ ചെയ്യിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് അത് നമുക്ക് തന്നെ പ്രശ്നമായിട്ട് വരും. ഓക്കെ, പിന്നീട് വേറെ എന്തെങ്കിലും ഉണ്ടാവുകയോ മറ്റെന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടാവുകയോ ചെയ്താൽ നമ്മളത് അറിഞ്ഞിട്ട് മറച്ചു വെച്ചു എന്നുള്ള ഒരു ലീഗൽ ഇഷ്യൂ കൗൺസിലർക്ക് വരും. അപ്പൊ അവരെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചെയ്യിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. സെക്ഷൽ അബ്യൂസ് കേസസും നല്ലോണം വരാറുണ്ട്. ഒരുപാട് കേസസ് ഇപ്പൊ ഈ റീസെന്റ് വന്നിട്ടുണ്ട്. സ്കൂളുകളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ എന്തെങ്കിലും അറിയുന്നവരായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പെട്ടിട്ട് അങ്ങനെ ആയിരിക്കാം, കൂടെ പഠിക്കുന്നവർ ചെയ്യുന്ന കേസസ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കേസസ് വരാം. ഇപ്പൊ ഇവിടെ ചോദിച്ചൊരു മാം, ആ എക്സാമ്പിൾ പാരലൈസ്ഡ് ആയ ക്ലയന്റിന് കൊടുത്ത ട്രീറ്റ്മെന്റ് എന്തായിരുന്നു? ആ പാരലൈസ് ആയ ആൾക്ക് കൊടുത്ത ട്രീറ്റ്മെന്റ് പാരന്റ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി, ഫാമിലി മെമ്പേഴ്സിനെ അറിയിച്ചു. ഫാമിലി മെമ്പേഴ്സ് മറ്റുള്ളവരൊന്നും ഇത് അറിഞ്ഞിട്ടുണ്ടാകുന്നില്ല. ആൾക്കൊരു വലിയച്ഛൻ കൂടെ ഉണ്ട്, അവരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. കുട്ടിക്ക് അച്ഛനില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അമ്മ എന്ത് ചെയ്തത്, ഇത് പുറത്ത് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്താക്കിയോ എന്തെങ്കിലും ചെയ്ത് അവർക്ക് ജീവിക്കാൻ വേറൊരു വഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ പേടിച്ചിട്ടാണ് ഇത് ആരോടും പറയാതിരുന്നത്. പക്ഷെ അത് കുട്ടീനെയാണ് ബാധിച്ചത്. അവര് മൂത്ത ആങ്ങളോട് പറയുകയും അവര് വീട് പണി നടക്കുന്നുണ്ടായിരുന്നു ഈ കുട്ടിക്കും അമ്മയ്ക്കും വേണ്ടി. പെട്ടെന്ന് തന്നെ ആ വീട് പണിയുടെ ജസ്റ്റ് ഒന്നും ചെയ്തില്ല, ഡോറ് വെച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇവരെ അങ്ങോട്ട് മാറ്റി താമസിപ്പിച്ചു. ഞാൻ കുട്ടിക്ക് കൃത്യമായ കൗൺസിലിംഗ് പ്രോപ്പറായിട്ട് എല്ലാ വീട്ടിലും കൊടുക്കുന്നുണ്ടായിരുന്നു, അവരുടെ സ്ട്രെസ്സും ഇതും കൊടുക്കാനായിട്ട്. ഇവര് കേസ് ഫയൽ ചെയ്തു. പിന്നീട് ഫയൽ ചെയ്തു എന്നാണ് പിന്നീട് ഞാൻ മാമിനോട് ഈ അടുത്താണ് കേട്ടോ ചോദിച്ചത്, ഫയൽ ചെയ്തോ ഇല്ലേന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ഫയൽ ചെയ്തു എന്ന് പറഞ്ഞവര് മൂത്ത ആങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ അവർ ഫയൽ ചെയ്യും. അത് ആ ഫാമിലി സപ്പോർട്ടീവ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒതുക്കി തീർക്കുമായിരുന്നു. കുട്ടി കുറെ കൂടി റിലാക്സ്ഡ് ആയി. ഈ പറഞ്ഞ പോലെ അവരെന്താണ് കൗൺസിലിംഗ് പ്രോപ്പർ ആയിട്ട് കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. വന്നപ്പോ പതുക്കെ പതുക്കെ കുട്ടി കുറച്ച് 1-2 സെഷൻ കഴിഞ്ഞപ്പോ തന്നെ കുട്ടിക്ക് നടക്കാൻ പറ്റാൻ തുടങ്ങി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവരാ ഒരു എല്ലാവർക്കും അവളെ മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നു. പാരന്റ് സപ്പോർട്ടായിട്ട് നിന്നു, വലിയച്ഛൻ സപ്പോർട്ടായിട്ട് നിന്നു, ഓപ്പൺ അപ്പ് ചെയ്യാൻ ഇപ്പുറത്തൊരു സ്പേസ് ഉണ്ട്. അങ്ങനെ വന്നപ്പോ അവളുടെ സ്ട്രെങ്ത്തും കാര്യങ്ങളും അവളുടെ ഫ്യൂച്ചറിനെ പറ്റിയും ഡിസേഴ്സിലേക്ക് പോകുന്നതിന്റെ കാര്യങ്ങളും ഗോൾസിലും ഒക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തു. അത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്തത്. പിന്നെ അവര് മാറി താമസിച്ചു, വീട്ടിൽ നിന്ന് തന്നെ മാറി താമസിച്ചു. നെക്സ്റ്റ് വീക്ക് തന്നെ, ആ വീക്കിൽ തന്നെ വീടിന്റെ ഒരുവിധം പണി കഴിഞ്ഞിരുന്നു. തേക്കലൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവര് ഡോറ് വെച്ചിട്ട് ഫ്രണ്ടിലും ബാക്കിലും മാത്രം ഡോറ് വെച്ച് അവിടുന്ന് മാറി താമസിച്ചു. അപ്പൊ തന്നെ കുട്ടിക്ക് ഒരു റിലീഫാണ്. ഇല്ലെങ്കിൽ ഓരോ ദിവസം കിടക്കുമ്പോഴും ഇങ്ങനെ ടെൻഷൻ അല്ലേ, എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടല്ലോ. അത് ശരിക്കും കുറയ്ക്കാൻ പറ്റും. പക്ഷെ എല്ലാ കേസസിലും വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നതൊന്നും പോസിബിൾ ആയിരിക്കില്ല. നമുക്ക് അവിടെ കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളതും ഫാമിലിയുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്കല്ല മൊത്തത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയുന്നത്. മെഡിക്കേഷൻ ഒന്നും ആവശ്യം വന്നിട്ടില്ല. വേറെ ഇമോഷണൽ ഇഷ്യൂസ് ആയിരുന്നു കുട്ടിക്ക്. ആ ഒരു ചെറിയ രീതിയിലുള്ള ബേസിക് ആൻസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇത് കൊടുത്തിരുന്നു. നമ്മൾ ഈ ഒരു പറയില്ലേ ടാബ്ലറ്റ്സ് ഒന്നും, ഹോർമോൺ ടാബ്ലറ്റ്സ് ഒന്നും, ആൻസൈറ്റി ബേസിക് ആൻസൈറ്റി ഒന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള മെഡിസിൻ കുറച്ച് നാൾ, ഒരു 2 വീക്സ് വന്നോ എടുത്തിരുന്നു. അത്ര എടുത്തുള്ളൂ.
അല്ലാതെ ഡീപ്പായിട്ടുള്ള ഡോസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ശരിക്കും അത് ഇമോഷന്റെ ആണ്, വേറെ ഒന്നും നമുക്കതിൽ കണ്ടെത്താൻ പറ്റില്ല. സൈക്കോതെറാപ്പിയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറയും. ഓക്കെ, ഒരു കേസും കൂടെ, നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ പറഞ്ഞിട്ട് എനിക്ക് ഈ ഒരു കേസോട് കൂടി നിർത്താം. ഇവിടെ ചോദിച്ചൊരു കാര്യമാണ്, ഒരു കുട്ടി, ഞാൻ പേര് JD എന്നേ കൊടുത്തിട്ടുള്ളൂ, ഭയങ്കര സ്ട്രഗിൾ ആണ് ക്ലാസ്സിൽ ഇരിക്കാനും, അതേപോലെ ക്ലാസ് എപ്പോഴും ഇന്ററപ്റ്റ് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് കയറി ചോദ്യങ്ങൾ ചോദിക്കും, ഇനി ഹോംവർക്ക് ഒന്നും ഒരിക്കലും കംപ്ലീറ്റ് ചെയ്തിട്ട് വരില്ല, പറയുന്ന കാര്യങ്ങൾ ചെയ്യില്ല, വീട്ടിലാണെങ്കിലും എപ്പോഴും സിബ്ലിങ്സ് ആയിട്ട് ആർഗ്യുമെന്റ്സ്, ഒരു കാര്യവും ചെയ്യില്ല, മൊത്തം പാരന്റ്സിനും ടീച്ചേഴ്സിനൊക്കെ സഹി കിട്ടും. അപ്പൊ അവിടുത്തെ ഒരു ടീച്ചറിന് തോന്നിയൊരു കേസാണ് കുട്ടിക്ക് ADHD ഉണ്ടോന്നുള്ളത്. അപ്പൊ ഇങ്ങനൊരു കേസ് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന, എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക, ദെൻ അവിടെ നമുക്ക് എന്ത് അസസ്മെന്റ് വഴി കൺഫേം ചെയ്യാം എന്തൊക്കെ ഇന്റർവെൻഷൻസ് ആയിരിക്കാം ADHD ഉള്ള ഒരു കുട്ടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞോളൂ. അത് കുട്ടിക്ക് ADHD ആണെന്ന് ടീച്ചർക്ക് ഒരു സംശയം, കുട്ടിയുടെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ വെച്ച് ടീച്ചർക്ക് ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കത് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? നമ്മളുടെ അടുത്തേക്ക് ഉറപ്പായിട്ടും റെഫർ ചെയ്യുമല്ലോ, ADHD ഉള്ള കുട്ടിയാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് അസസ് ചെയ്യാൻ പറ്റുക, എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇന്റർവെൻഷൻ? ആദ്യം പറഞ്ഞ ബിഹേവിയറൽ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൂടെ? ബിഹേവിയർ ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കാം. ബിഹേവിയർ ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ പോലെ കോർണർ റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിക്കാം. പിന്നെ ADHD മെഷർ ചെയ്യാനുള്ള വെർബലിറ്റിന്റെ അത്തരം ടെക്നിക്സ് ഉപയോഗിക്കാം. അതൊക്കെ ഉപയോഗിച്ച് നമുക്കൊന്നും കൂടെ ഉറപ്പുവരുത്താം. പിന്നെ എന്തായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? കുട്ടിക്ക് എന്തായാലും മറ്റേ മെഡിക്കേഷൻ ആവശ്യം വരുമല്ലോ ADHD ആവുമ്പോൾ ഇത് കുറയ്ക്കാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ മെഡിക്കേഷനിലോട്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, സൈക്യാട്രിയിലോട്ട് റെഫർ ചെയ്തിട്ട് മെഡിക്കേഷൻസ് കൊടുക്കാം. അവർക്ക് അറ്റൻഷൻ കുറയുന്നതിന്റെ ഫലമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ടാവാം. അവർക്ക് അറ്റൻഷൻ കൊടുത്താൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റുമായിരിക്കും. അറ്റൻഷൻ കൂടാനുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാല്, അറ്റൻഷൻ സ്കില്ല് കൂടാനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കൂലേ? തെറാപ്പികളുണ്ടല്ലോ കുട്ടികളുടെ ആ ഒരു ഹൈപ്പർ കുറയ്ക്കാൻ പറ്റുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അത് ചെയ്യിപ്പിക്കാമല്ലോ. ബോൾ എറിയുക, അങ്ങനെ എന്തൊക്കെയോ. അതിനൊക്കെ ആ കുട്ടി ഇരിക്കുക, ആ ടീച്ചറല്ലേ ഇപ്പൊ ADHD ആന്ന് റെഫർ ചെയ്തിരിക്കുന്നത്, മെയിൻ ടീച്ചറെ. CBT പോലുള്ള സംഭവങ്ങൾ എന്തുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല? പിന്നെ പേരന്റിന് ട്രെയിനിങ്ങിനോ അല്ല ബിഹേവിയർ തെറാപ്പി ഒക്കെ അല്ലേ കുറവിടെ. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ, ഒന്ന് ബിഹേവിയർ തെറാപ്പിയാണ്, ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണ്. ഒറ്റയടിക്ക് നമുക്ക് പോസിബിൾ അല്ല, കാരണം അവർക്ക് ഈ അറ്റൻഷൻ ഇല്ലാത്തതുകൊണ്ടും ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് അവർ ഇരിക്കാത്തതുകൊണ്ടും കുറച്ചധികം ടൈം എടുക്കും. എന്നാൽ പോലും ബിഹേവിയർ തെറാപ്പീസ് നമുക്ക് കൊടുക്കാം. പിന്നെ ഇമ്പൾസിവിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ CBT ഫോർ ADHD അങ്ങനൊരു സെക്ഷൻ തന്നെയുണ്ട്. അത്തരം CBT ടെക്നിക്സ് ഉപയോഗിക്കാം. ഇനി ഇവിടെ പറഞ്ഞ പോലെ പാരന്റ്സിന് ട്രെയിനിങ് കൊടുക്കണം, ഇത്തരം കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെ, അവർക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം, അവരുടെ ഇമോഷൻസ് എങ്ങനെ മനസ്സിലാക്കാം തുടങ്ങിയിട്ടുള്ള ഒരു ട്രെയിനിങ് പാരന്റ്സിന് ആദ്യം കൊടുക്കണം. വേണ്ടി വന്നാൽ മെഡിക്കേഷൻ, എല്ലാ കേസസിലും മെഡിക്കേഷൻ വേണ്ടി വരില്ല. നമ്മളൊരു സ്റ്റാർട്ടിംഗ് ഒക്കെ അറിയുകയാണെങ്കിൽ അവരൊരു സ്റ്റിമുലേഷൻ കുറയ്ക്കാനുള്ള ഒരു മെഡിക്കേഷൻ ചെറിയ രീതിയിലൊക്കെ കൊടുക്കുള്ളൂ. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സൈക്യാട്രിയിലോട്ട് റെഫർ ചെയ്യാം. പിന്നെ അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അറ്റൻഷൻ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടും അവർക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്ന അതേ ലെവലിൽ പഠിക്കാൻ പറ്റണം എന്നില്ല. അപ്പൊ അവരുടേതായ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് പ്ലാൻ നമുക്ക് തയ്യാറാക്കാം. ഇത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞൊരു കേസുമായിട്ട് സിമിലർ ആണ്. ഒരു ആൻസൈറ്റി കേസാണ്. നല്ലൊരു സ്റ്റുഡന്റ് ആയിരുന്നു, ഗ്രേഡ്സ് ഒക്കെ കുറഞ്ഞു, ക്ലാസ് ഒക്കെ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇവിടെയുള്ള ഒരു വ്യത്യാസം എന്താ വെച്ചാല്, ഈ കുട്ടി സ്കൂള് മാറി വന്നു, അച്ഛനും അമ്മയും വീട് മാറിയ സമയത്ത് അവർ പുതിയൊരു സിറ്റിയിലോട്ട് വരികയും പുതിയൊരു സ്കൂളിലെത്തി. പുതിയ സ്കൂളിലെത്തിയ ശേഷമാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാർക്ക് കുറയുന്നതും ക്ലാസ്സുകൾ പല കാരണങ്ങൾ പറഞ്ഞ് സ്കിപ്പ് ചെയ്യുന്നതും, അല്ലെ, മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനും, ഏത് സമയം ഒറ്റയ്ക്ക് ഇരിക്കുക, ഫ്യൂച്ചറിനെ പറ്റി ഒരു ഐഡിയ ഇല്ല എന്നൊക്കെ പറയാ, സെൽഫ് എസ്റ്റീം കുറഞ്ഞ പോലെയൊക്കെ കാണാൻ തുടങ്ങി. ഇതായിരുന്നു ഒരു കേസ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, സ്കൂള് മാറി ഉടനെ ഇങ്ങനെയുള്ള ഒരു ഇമോഷൻ കുട്ടികൾ വരണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും?
ഒരു പഴയ സ്കൂളിൽ നിന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും. പിന്നെ അവിടെ ടീച്ചേഴ്സിന്റെ കെയർ, അറ്റൻഷൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു അറ്റ്മോസ്ഫിയർ മാറുന്നുണ്ട് ഉണ്ടായിരിക്കാം. ഫ്രണ്ട്സ് ഒക്കെ പിരിയാൻ വേണ്ടി വന്നതിലുള്ള ഒരു വിഷമായിരിക്കാം മേ ബി. ഇതില് അതന്നെയാണ് മെയിൻ ചെറിയൊരു ഇഷ്യൂ ആണ്. ഈ പറഞ്ഞ പോലെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് നേരിട്ടു, അല്ലെങ്കിൽ റോൾ കൺഫ്യൂഷൻ നേരിട്ടു. പെട്ടെന്ന് ഇവിടേക്ക് വന്നപ്പോ അത്രയും നാളുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതായ പോലെ ഒരു ഫീല് തോന്നി. പിന്നെ ഇവിടെ വരുമ്പോഴേക്കും ഉറപ്പായിട്ടും മറ്റൊരു സ്കൂളിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയോട് പിയർ ഗ്രൂപ്പ്, അവർ ഓൾറെഡി സ്കൂളിലുള്ളവരൊക്കെ നേരത്തെ കമ്പനി ഉണ്ടാവും അല്ലെ, ഒരു ഗ്യാപ്പ് ഉണ്ടാവും പുതിയതായിട്ടൊരു കുട്ടി വരുമ്പോൾ. അവിടെ ഒരു ഐസൊലേറ്റഡ് ഫീലിംഗ് ആണ്. അത് കുട്ടീനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്കൂളിൽ പോകാൻ മടി കാണിച്ചതും അതേപോലെ വീട്ടിൽ കുറച്ച് ഇറിറ്റേഷൻ കാണിക്കുന്നതും സെൽഫ് എസ്റ്റീം ഇല്ലാതായതും ഒക്കെ. ഇവിടെ നമുക്ക് കുറച്ചും കൂടി സ്കൂളിൽ അത് അറിയിക്കണം, ടീച്ചേഴ്സിനെ അറിയിക്കണം, സ്റ്റുഡൻസിനോട് പിയർ ഗ്രൂപ്പ് ട്രെയിനിങ് പ്രോഗ്രാം, പിയർ ഗ്രൂപ്പ്സിന് ഒരു ഐഡിയ കൊടുക്കണം, അവളെ സപ്പോർട്ട് ചെയ്യണം. അവരെ ഒന്നിച്ച് കൊണ്ടുപോകാൻ ടീച്ചേഴ്സിനാണ് എഫേർട്ട് എടുക്കാൻ പറ്റുക. കുട്ടികളെ ഒന്നിച്ചിരുത്താനും ഒരു പറഞ്ഞ് മനസ്സിലാക്കി കൂടെ കൊണ്ടുപോകാനും ഒക്കെ ആ രീതിയിൽ ടീച്ചേഴ്സ് ഒരു മുൻകൈ എടുത്ത് ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് അവിടെ ഉണ്ടാക്കേണ്ടതുണ്ട്. പിന്നെ ഫാമിലിക്ക് കുറച്ചും കൂടെ ഒന്ന് കുട്ടിയോട് കുറച്ചും കൂടെ മുന്നത്തെക്കാളും ഒന്ന് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഒരു ഫാമിലി ടൈം കുറച്ച് കൂടുതൽ മാറ്റി വെക്കാനും ഒക്കെ നമുക്ക് പറയാം. ഈ എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാം. എന്തായാലും ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ സെൽഫ് എസ്റ്റീം ഇഷ്യൂസ് ഒക്കെ അവിടെ നമുക്ക് CBT കൊടുക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ കേസിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോ സമയം പറഞ്ഞതിനേക്കാൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇടയിൽ വേറെ ഈ 2 കേസിന് പകരം ഇപ്പൊ നമ്മളൊരു 3-4 കേസ് പറഞ്ഞുകൊണ്ട് കുറച്ച് നീണ്ടുപോയി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അഡോളസെൻസിൽ നമുക്ക് ഒരു ടോപ്പിക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ പറയാൻ പറ്റില്ല. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂ ആണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് വന്നപ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുകയും ഇത് കൂടിക്കഴിഞ്ഞാൽ ആ കുട്ടി ഡിപ്രഷനിലേക്ക് പോയേനെ. പക്ഷെ ഇത് ഒരു നേരത്തെ ഐഡന്റിഫൈ ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെന്റ് എടുക്കാനും പറ്റി. അല്ലായിരുന്നെങ്കിൽ അവിടെ കുട്ടി കംപ്ലീറ്റ്ലി എന്തിലോട്ട് പോകും, അക്കാദമിക് ലെവൽ കുറയാനും ഈ പറഞ്ഞ പോലെ ഡിപ്രഷനിലോട്ട് പോവുകയൊക്കെ ചെയ്തേനെ. അപ്പൊ ഇതൊരു ഇഷ്യൂ ആണ്. സെക്ഷൽ അബ്യൂസ് ഇഷ്യൂസ് ഉണ്ട്, കണ്ടക്ട് ഡിസോർഡർ ഉണ്ട്, ADHD ഉണ്ട്, അങ്ങനെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ അവിടെയും അവരുടെ ഇമോഷൻ ഡൗൺ ആയിരിക്കും, സെൽഫ് എസ്റ്റീം ഡൗൺ ആയിരിക്കും. ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ അവർ നേരിടും. അപ്പോൾ ഒരുപാടധികം ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മൂഡ് ഇഷ്യൂസ് എല്ലാം നേരിടുന്ന ഒരു വിഭാഗമാണ് അഡോളസെൻസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു സൈഡ് ഉണ്ട്, നമ്മുടെ ആദ്യം സൂചിപ്പിച്ച ഒരു സൈഡ്, പാരന്റ്സിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലെ, എപ്പോഴും എതിർത്ത് പറയുന്ന, ദേഷ്യപ്പെടുന്ന ഒരു വിഭാഗം. അങ്ങനെയാണ് കുട്ടികൾ ബിഹേവ് ചെയ്യുന്നത്. ആ ഒരു കാറ്റഗറി ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ ബിഹേവിയർ ഇഷ്യൂസും അല്ലെങ്കിൽ ഇമോഷണൽ ഇഷ്യൂസ് ഒക്കെ മാനേജ് ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള, ടീച്ചേഴ്സിനും പാരന്റ്സിനും വരെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറെ സൈക്കോളജിക്കൽ അസസ്മെന്റ്. അതിൽ കുറച്ചെണ്ണം ഞാനിപ്പോ ഒന്ന് ഓടിച്ച് പറഞ്ഞു പോയി. പിന്നെ 1-2 കേസസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം എങ്ങനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിന്. ഇനി നമ്മൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വർക്ക്ഷോപ്പ് ഉടനെ ഉണ്ടായിരിക്കും. അതായത് ഓരോ കേസസും എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഓരോ ഡിസോർഡേഴ്സ് വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഈ ടൂൾസ് എവിടെയാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വർക്ക്ഷോപ്പിലായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചോളൂ. ഈ വർക്ക്ഷോപ്പ് പറയുന്നത് ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ? വർക്ക്ഷോപ്പ് ആണോ? വർക്ക്ഷോപ്പ് ഓൺലൈൻ. നമ്മുടെ പിമ്പിളിന്റെ പാർട്ടായിട്ട് ഒരുപാട് വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെയാണ്. നിങ്ങളൊരു ഫീഡ്ബാക്ക് പറയൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. നല്ല ക്ലാസ് ആയിരുന്നു മാം. നല്ല ക്ലാസ് ആയിരുന്നു മാം, അടിപൊളി. ചെറിയൊരാളും കൂടെ അവിടെ ഇരുന്ന് പറയുന്നുണ്ടല്ലോ. അതാരാ യഥാർത്ഥത്തിൽ? അത് എന്റെ കൂടെ എപ്പോഴും ക്ലാസ് കേൾക്കുവാൻ. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു. അത് പ്രത്യേകിച്ച് ആ കേസസും കൂടെ പറഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോ അതിന്റെ ഭംഗി അവരുടെ നീ. ഓക്കെ മാം, ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ടായോ? റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. 2-3 ക്ലാസ്സിലുള്ള വകുപ്പുണ്ടായിരുന്നു മാം. അതെ, ഒരുപാട് ക്ലാസ്സിലുള്ള വകുപ്പ് ഉണ്ടായിരുന്നു. അതൊന്ന് ഓടിച്ച് ഭയങ്കരമായിട്ട് കംപ്രസ് ചുരുക്കി നമ്മള് ചെയ്തപ്പോ എല്ലായിടത്തും അങ്ങ് കയറി എത്താൻ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങളായിപ്പോയി.
കുഴപ്പമില്ല, സ- ഭയങ്കര വൈഡാണ് സബ്ജക്റ്റിന്റെ അതെ ഇതാണ്. ഭയങ്കര വാസ്റ്റ് ആണ്. നമ്മളത് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ. വർക്ക്ഷോപ്പ് വെക്കുന്നുണ്ട്. ഒരു 5 day വർക്ക്ഷോപ്പ് ആദ്യം കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ, അങ്ങനെ നിർത്താം. ഓരോന്നോരോന്നായിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് സമയം എടുത്തെല്ലാം പറയാം. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അടുത്ത് തന്നെ തുടങ്ങുന്നുണ്ടാവൂലേ വർഷത്ത്? ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഡേറ്റ് അറിയിക്കാം, ഗ്രൂപ്പിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഫൈസൽ സാറ് ലീവ് ചെയ്തോ? ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ലീവ് ചെയ്തോളൂ. താങ്ക് യു.